Hi students, welcome to Edream Classroom. So today in the session we are going to deal with the second unit of block 4 of the paper BEGC 110 British Literature 19th century. അപ്പോൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ എന്ത് ചെയ്തു, ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 1 അല്ലെ മാത്യു എർണോൾഡ് എന്ന് പറയുന്ന റൈറ്ററിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി സെക്കൻഡ് യൂണിറ്റ് ഇസ് ഓൾസോ ഡീലിംഗ് വിത്ത് മാത്യു എർണോൾഡ് ആൻഡ് ഹസ് ഫേമസ് പോയം. ഏതാ ഫേമസ് പോയത്തിൻ്റെ പേര്? ദ സ്കോളർ ജിപ്സി. ഈ സ്കോളർ ജിപ്സി എന്ന് പറഞ്ഞ പോയമാണ് മെയിനായിട്ട് ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. അതൊരു ലോങ് നറേറ്റീവ് അല്ലെങ്കിൽ ഒരു ലോങ് പോയം ആയതോടുകൂടിയാണ് ഇത് മാത്രമായിട്ട് ഒരൊറ്റ യൂണിറ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാത്യു എർണോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും മനസ്സിലേക്ക് മുന്നേ ഓടി വരേണ്ട ഒരു പോയമാണ് സ്കോളർ ജിപ്സി എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കണം. സോ ദാറ്റ് ഇറ്റ് ഇസ് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത്. സോ ടെക്സ്റ്റ് ബുക്കിൽ യൂണിറ്റ് 2 തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ദർ ഇസ് ആൻ ഇൻട്രൊഡക്ഷൻ, ദെൻ മാത്യു എർണോൾഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്നത് പോയമാണ്. സോ മാത്യു എർണോൾഡിൻ്റെ ലൈഫ് സ്കെച്ചും ബാക്ക്ഗ്രൗണ്ടും അല്ലെ വർക്ക്സും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ മെയിനായിട്ടൊരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത് ഇത്ര തന്നെയാണ്. അതായത് സ്കോളർ ജിപ്സി എന്ന് പറയുന്ന ഒരു ലോങ് പോയമാണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്രൊവൈഡ് അല്ലെങ്കിൽ എന്താ പറയണ്ട, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു, ഞാൻ പറയുകയാണെങ്കിൽ ഈ ഒരു പോയം മൊത്തമായിട്ട് അല്ലെങ്കിൽ ലൈൻ ബൈ ലൈൻ വായിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം എക്സാമ്പിളായിട്ട് ഇങ്ങനെ പോവാം. മീൻസ് ഓരോ പാരഗ്രാഫ് ഓരോ പാർട്ടുകളായി തിരിച്ചിട്ട് അതിൻ്റെ എന്താണ് സമ്മറി, ഒരു ഷോർട്ട് സമ്മറി എന്ന നിലയ്ക്ക് പറഞ്ഞു പോവാം കേട്ടോ. ഓക്കെ, സോ സ്കോളർ ജിപ്സി എന്ന് പറയുന്ന ഒരു പോയം എഴുതിയിട്ടുള്ളത് 1853-ലാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആൻഡ് മോസ്റ്റ് സെലിബ്രേറ്റഡ് പോയംസ് ഓഫ് മാത്യു എർണോൾഡ്. മാത്യു എർണോൾഡിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടൊരു പോയം കൂടിയാണത്. And it was first published in 1853. Then the poem reflects Arnold's deep concern about the spiritual and moral condition of Victorian society. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ, വിക്ടോറിയൻ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺസേൺസ് മൊത്തം നമുക്ക് അർണോൾഡിൻ്റെ പോയട്രിയിൽ കാണാൻ പറ്റും. സോ ദിസ് പോയം ഇസ് ഓൾസോ highlighting or focusing such kind of things. And during the 19th century, England underwent rapid industrialization and scientific progress. നമുക്കറിയാം. Although these developments brought economic prosperity, they also created spiritual emptiness, anxiety and uncertainty. ഒരു അല്ലേ എന്താ പറയണ്ടേ, ഒരു ഗുഡ്നെസ് ഉണ്ടെങ്കിൽ ഒരു ബാഡ് ആയിട്ടുള്ള തിങ് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞതുപോലെ എക്കണോമിയിലും ഫിനാൻഷ്യൽ സെറ്റപ്പിലൊക്കെ നല്ല മാറ്റം വന്നുവെങ്കിലും ഈ പറഞ്ഞ പോലത്തെ കുറേ സ്പിരിച്വൽ എംറ്റിനെസ്, ആൻസൈറ്റീസ്, അൺസർട്ടനിറ്റി ഒക്കെ വിക്ടോറിയൻ ഇംഗ്ലണ്ടിൽ എന്താണ് ഈ ഒരു റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഫലമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. So, Arnold believed that modern people had lost their inner space or inner peace because they constantly chased wealth, success and material comforts. അപ്പോൾ നമുക്ക് സ്വാഭാവികമാണ് അല്ലേ, അതായത് നമുക്ക് കയ്യിലേക്ക് പൈസ വരുമ്പോൾ നമ്മൾ ആ ഒരു പൈസയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ആ വെൽത്തിന് വേണ്ടി, ഫെസിലിറ്റീസിന് വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക മെറ്റീരിയൽ ആയിട്ടുള്ള കംഫേർട്ടിന് വേണ്ടി നമ്മൾ അതിൻ്റെ പിന്നാലെ ഓടും. സോ നമുക്കൊരു ഇന്നർ പീസ് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു മനസമാധാനം എന്നുള്ള സാധനം നമുക്ക് വി വിൽ ലോസ്റ്റ് അല്ലേ, അല്ലെങ്കിൽ വി വിൽ ലൂസ് സച്ച്. അല്ലെങ്കിൽ അതുപോലെ തന്നെയാണ് ഇവിടെ എന്താ പറയണ്ടേ അർണോൾഡും പറയുന്നത്. അതായത് എന്താ പറയണ്ടേ, ആസ് പെർ ദ ഇൻക്രീസ് സ്റ്റേറ്റ് ഓഫ് എക്കണോമി ദ പീപ്പിൾ began to lose their inner peace and they started to run towards these kinds of wealth, success and material comforts എന്നുള്ളത്. സോ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇതാണ് ശരിക്കും ഈ ഒരു പോയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ വെച്ചിട്ടാണ് അർണോൾഡ് എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു പോയം എഴുതിയത്. ഇവിടെ സ്കോളർ ജിപ്സി എന്ന് പറഞ്ഞിട്ടൊരു കഥാപാത്രത്തെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ജിപ്സി എന്ന് പറഞ്ഞാൽ എന്താ? ജിപ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ഒരു നാടോടി എന്നൊക്കെ പറയാം അല്ലേ. അതായത് ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാതെ ഇങ്ങനെ റാൻഡംലി ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ. അതായത് അവിടുത്തെ കാര്യങ്ങൾ പഠിക്കുന്നു, അവിടുത്തെ കാര്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് പിന്നെ അടുത്ത വേറൊരു സ്ഥലം അല്ലെ ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകുന്നു. സോ നാടോടി എന്നുള്ള കൈൻഡ് ഓഫ്. അപ്പോൾ സ്കോളർ പ്ലസ് നാടോടി, അപ്പോൾ രണ്ടും ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള മീനിങ് ആണ് അല്ലേ. സ്കോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ച് വെൽ അല്ലെങ്കിൽ എന്താണ് വെൽ നോളജബിൾ പേഴ്സൺ എന്നൊക്കെ നമുക്ക് പറയാം. സോ ഇവിടെ
ഒരു ഇത്തരത്തിലുള്ളൊരു സ്കോളർ ജിപ്സീൻ്റെ ഫിഗർ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ട് ഹു ലീവ്സ് അക്കാദമിക് ലൈഫ് ആൻഡ് ചൂസസ് എ സിമ്പിൾ ലൈഫ് എമംഗ് ദ ജിപ്സീസ്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു സ്കോളർ ജിപ്സി എന്ന് പറയുന്ന ആൾ എന്താണെന്ന് വെച്ചാൽ അക്കാദമിക് ലൈഫിനെ അദ്ദേഹം അതിൽ കുറേയൊക്കെ നേട്ടങ്ങൾ അക്കാദമിക്കിൽ കുറേ നേട്ടങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ഇത് പോരാ, അതായത് ഈ അക്കാദമിക്സിൽ പഠിക്കുന്നതെല്ലാം ശരിക്കുമുള്ള ആക്ച്വൽ നോളജ് എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ പുറത്തോട്ട്, അതായത് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെ സിമ്പിൾ ലൈഫ് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സിമ്പിൾ ലൈഫ് ചൂസ് ചെയ്യുന്ന ഒരു സ്കോളറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കവിത പറയുന്നത്. സോ ദ സ്കോളർ ജിപ്സി ബിക്കംസ് എ സിമ്പിൾ ഓഫ് എ പേഴ്സൺ ഹു റിമെയിൻസ് ഫെയ്ത്ത്ഫുൾ ടു എ സിംഗിൾ ഐഡിയൽ ആൻഡ് ഈസ് ഫ്രീ ഫ്രം ദ റെസ്റ്റ്ലെസ്നെസ് ആൻഡ് കൺഫ്യൂഷൻ ഓഫ് മോഡേൺ സിവിലൈസേഷൻ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്കോളർ ജിപ്സി എന്നുള്ള ഒരു ആൾ അല്ലേ, ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് പേഴ്സൺ ഹൂ റിമെയിൻസ് ഫെയ്ത്ത്ഫുൾ ടു എ സിംഗിൾ ഐഡിയൽ അല്ലേ, ഒരു സിംഗിൾ ആയിട്ടുള്ള ഐഡിയൽ ആയിട്ടുള്ള ഒരു ലൈഫിനും അതുപോലെ തന്നെ റെസ്റ്റ്ലെസ് ആയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നും എന്താണ് ഫ്രീ ആയി നടക്കുന്ന അല്ലെങ്കിൽ മോഡേൺ സിവിലൈസേഷനിൽ നിന്നുള്ള കൺഫ്യൂഷനിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന ആളുകൾക്ക് എക്സാമ്പിളാണ് ഈ ഒരു സ്കോളർ ജിപ്സി എന്ന് പറയുന്നത്. സോ ത്രൂ ദിസ് ക്യാരക്ടർ അർണോൾഡ് കോൺട്രാസ്റ്റ് ദ calmness of nature and the permanence of ideals with the instability of modern life. And the poem is also a pastoral poem. ഈ ഒരു പോയം നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് എ പാസ്റ്ററൽ പോയം എന്ന് പറയാം. നമ്മൾ പറയാമല്ലോ വില്ലേജ് ആയിട്ടുള്ള അല്ലേ, വില്ലേജ് ലൈഫും വില്ലേജിലെ കാര്യങ്ങളൊക്കെ വെച്ച് എഴുതുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊണ്ട് കൊടുത്ത് എഴുതുന്ന പോയത്തിനെ നമ്മൾ പാസ്റ്ററൽ പോയം എന്ന് പറയാം. സോ ഇതും ഒരു പാസ്റ്ററൽ പോയമാണ്. ആൻഡ് വി ക്യാൻ സീ സോ മെനി ബ്യൂട്ടിഫുൾ ഡിസ്ക്രിപ്ഷൻസ് ഓഫ് ദ ഓക്സ്ഫോർഡ് കൺട്രി സൈഡ്. അപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റീൻ്റെ പുറത്തുള്ള കുറേ കാര്യങ്ങളെ അല്ലെങ്കിൽ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കൺട്രി സൈഡിനെ നമുക്ക് ഈ ഒരു പോയത്തിൽ കാണാം. And Arnold successfully combined natural beauty with philosophical reflection, making the poem both descriptive and meditative. അപ്പോൾ രണ്ട് തരത്തിലാണ് അദ്ദേഹം ഈ ഒരു പോയം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ബോത്ത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് മെഡിറ്റേറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ? അതായത് നാച്ചുറൽ ബ്യൂട്ടിയെ അദ്ദേഹം ഫിലോസഫിക്കൽ റിഫ്ലക്ഷനുമായിട്ട് കമ്പൈൻ ചെയ്തു എന്നാണ് പറയുന്നത്. സോ അതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി സ്റ്റോറി എന്ന് പറയാനുള്ളത്. ഇനി സോഴ്സ് ഓഫ് ദ പോയം പറയുന്നുണ്ട്. എന്താണ് സോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പോയം എഴുതാനിടയായ ഒരു കാരണം അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് അദ്ദേഹം ഈ ഒരു പോയം ചൂസ് ചെയ്തതെന്ന്. അതായത് ജോസഫ് ഗ്ലാൻവിൽസ് എന്ന് പറയുന്ന ഒരു വ്യക്തി 17th സെഞ്ച്വറിയിലെ പോയറ്റാണ്. അപ്പോൾ 17th സെഞ്ച്വറിയിൽ അദ്ദേഹം എഴുതിയ ഒരു ബുക്കുണ്ട്, ദ വാനിറ്റി ഓഫ് ഡോഗ്മറ്റൈസിങ് എന്ന് പറയുന്ന ഒരു ബുക്ക്. ആ ബുക്കിൽ നിന്നും എടുത്ത ഒരു അല്ലെങ്കിൽ ആ ബുക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഈ ഒരു പോയം സ്കോളർ ജിപ്സി എന്നുള്ളത്. സോ അതിൽ ഗ്ലാൻവിൽ എന്താ ചെയ്തെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു ഹിം ദർ വാസ് വൺസ് എ പുവർ ഓക്സ്ഫോർഡ് സ്റ്റുഡൻറ്റ് ഹു became dissatisfied with യൂണിവേഴ്സിറ്റി ലൈഫ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വർക്കിലൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷേ ആ ഒരു യൂണിവേഴ്സിറ്റി ലൈഫ് എന്ന് പറയുന്ന ആ കുട്ടിക്ക് വളരെ ഡിസാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല ആ കുട്ടി അതിൽ. അതുകൊണ്ട് ആ കുട്ടി എന്ത് ചെയ്തു? ഹി ലെഫ്റ്റ് ഓക്സ്ഫോർഡ് ആൻഡ് ജോയിൻഡ് എ ഗ്രൂപ്പ് ഓഫ് വാണ്ടറിങ് ജിപ്സി. എന്നിട്ട് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ജിപ്സികളുടെ ഇടയിൽ ലൈഫിലേക്ക് ജോയിൻ ചെയ്യുകയും അങ്ങനെ ഓക്സ്ഫോർഡ് ലൈഫ് അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു. So the gypsies were believed to possess mysterious knowledge and secret wisdom that ordinary people could not understand. അപ്പോൾ ഒരു ജിപ്സീസ് എന്ന് പറയുമ്പോൾ അതൊരു മിസ്റ്ററി ലൈഫാണ് അവരുടെ അല്ലേ. അതായത് സാധാരണ മനുഷ്യർക്ക് നേടാൻ പറ്റാത്തതും സാധാരണ മനുഷ്യർക്ക് എന്താ പറയണ്ടേ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ലൈഫും അത്രയും അറിവുമുള്ള ഒരു കൂട്ടം ആളുകളെയാണ് അന്ന് ജിപ്സീസുമായിട്ട് കണ്ടിരുന്നത്. അവർക്ക് വിസ്ഡം ഉണ്ടാവും, സീക്രട്ട് വിസ്ഡം ഉണ്ടാവും അല്ലേ, മിസ്റ്റീരിയസ് ആയിട്ടുള്ള നോളജ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സോ ദ സ്റ്റുഡൻറ്റ് ഹോപ്ഡ് ടു ലേൺ ദീസ് ഹിഡൻ പവേഴ്സ് ഫോർ ദം അല്ലേ. അപ്പോൾ ഫ്രം ദം, അപ്പോൾ അത്തരം ആളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള സീക്രട്ട് ആയിട്ടുള്ള വിസ്ഡം അതുപോലെ തന്നെ നോളജൊക്കെ എന്താ പറയുക ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റുഡൻറ്റ് ആഗ്രഹിക്കുകയും അങ്ങനെ എന്ത് ചെയ്തു? ഹി ലെഫ്റ്റ് ഫ്രം ദ യൂണിവേഴ്സിറ്റി ആൻഡ് ജോയിൻഡ് ടു ദീസ് ജിപ്സീസ് ഓക്കെ എന്നുള്ളത്. അങ്ങനെ പീപ്പിൾ ഒക്കേഷണലി ക്ലെയിംഡ് ടു സീ ഹിം ഇൻ ദ കൺട്രി സൈഡ്. എന്നിട്ട് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഈ ടൈം കഴിയും തോറും ആളുകൾ എന്ത് ചെയ്തു? ഇവനിങ്ങനെ ഈ യൂണിവേഴ്സിറ്റി കൺട്രി സൈഡിൻ്റെ അവിടെ ഇങ്ങനെ കാണാൻ തുടങ്ങി. പലപ്പോഴും പല ആൾക്കാരായിട്ട് ഇങ്ങനെ കാണാൻ തുടങ്ങി. ഓൾദോ ഹി നെവർ സീംഡ് ടു ഗ്രോ ഓൾഡ്. പക്ഷേ അങ്ങനെ കാണുമ്പോഴൊന്നും അവൻ ഒരിക്കലും വയസ്സായിരുന്നില്ല. ആദ്യം കണ്ട പോലെ തന്നെയായിരുന്നു ഇപ്പോൾ കാണാനും എന്നത് പറയുന്നുണ്ട്. സോ ദിസ് മിസ്റ്റീരിയസ് ലെജൻഡ് ഫാസിനേറ്റഡ് മാത്യു അർണോൾഡ്. അപ്പോൾ ഈ ഒരു ലെജൻഡ്, അതായത് ആ കഥയിലെ ആ ഒരു കഥാപാത്രമാണ് അർണോൾഡിനെ എന്ത് ചെയ്തത്? ഇൻഫ്ലുവൻസ് ചെയ്തത് അല്ലെങ്കിൽ ഫാസിനേറ്റ് ചെയ്തത്.
However, Arnold transformed the simple legend into a profound philosophical poem. അപ്പോൾ ആ ഒരു സിമ്പിൾ ലെജൻഡിനെ എന്ത് ചെയ്തു, അർണോൾഡ് ഒരു ഫിലോസഫിക്കൽ പോയം ആക്കി മാറ്റി. അതൊരു മാജിക്കിനെ ഫോക്കസ് ചെയ്യുന്നതിന് പകരം അവൻ അതിൽ പറയുന്നത് എന്താ വെച്ചാൽ, അതായത് അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഹി യൂസ്ഡ് സ്കോളർ ജിപ്സി ആസ് എ സിമ്പിൾ ഓഫ് ഡെഡിക്കേഷൻ, പ്യൂരിറ്റി ആൻഡ് ഫ്രീഡം ഫ്രം ദ സ്പിരിച്വൽ സിക്നെസ് ഓഫ് ദ മോഡേൺ വേൾഡ്. അപ്പോൾ ഇതിൽ സ്കോളർ ജിപ്സി എന്ന് പറയുന്ന അർണോൾഡ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ എങ്ങനെയാണ്, ഒരു സിമ്പിൾ ഓഫ് ഡെഡിക്കേഷൻ ആണ്, പ്യൂരിറ്റി ആണ്, അതുപോലെ തന്നെ ഫ്രീഡം ഫ്രം ദ സ്പിരിച്വൽ സിക്നെസ് ഓഫ് ദ മോഡേൺ വേൾഡ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ എന്താണ് സോഴ്സ് ഓഫ് ദ പോയം എന്ന് പറയാനുള്ളത്. ഇനി സെറ്റിംഗ് ഓഫ് ദ പോയം, അതിൻ്റെ സെറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഒന്നത് പാസ്റ്ററൽ പോയമാണ് എന്നുള്ളത്. ആൻഡ് ദ പോയം ഇസ് സെറ്റ് ഇൻ ദ ബ്യൂട്ടിഫുൾ കൺട്രി സൈഡ് അറൗണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റീൻ്റെ അറൗണ്ട് ആയിട്ട് അല്ലെങ്കിൽ സറൗണ്ടിങ് ആയിട്ട് കാണപ്പെടുന്ന കുറേ ബ്യൂട്ടിഫുൾ കൺട്രി സൈഡ് നമുക്ക് ഈ ഒരു പോയത്തിൽ സെറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി റിവർ തെയിംസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമുക്കതിൽ കാണാൻ പറ്റും. റിവർ തെയിംസ്, ഓക്കെ, മറക്കരുത് കേട്ടോ. ആൻഡ് ബ്യൂട്ടിഫുൾ സറൗണ്ടിങ് ഫീൽഡ്സ്, ഹിൽസ്, വുഡ്സ് ആൻഡ് വില്ലേജസ് എല്ലാം ഇതിൽ കാണാം. അർണോൾഡ് വിവിഡ്ലി ഡിസ്ക്രൈബ്സ് ദ പീസ്ഫുൾ റൂറൽ ലാൻഡ്സ്കേപ്പ്. അപ്പോൾ ആ ഒരു റൂറൽ ലാൻഡ്സ്കേപ്പിനെ അല്ലെങ്കിൽ ആ വില്ലേജ് ലൈഫിനെ അദ്ദേഹം ഇവിടെ ബ്യൂട്ടിഫുള്ളി ആൻഡ് പീസ്ഫുള്ളി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ സീനറി ഈസ് നോട്ട് മിയർലി ഡെക്കറേറ്റീവ്, ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹാർമണി, പെർമനൻസ് ആൻഡ് പീസ്. അല്ലേ, എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇതിലുണ്ട്. അതായത് നാച്ചുറൽ സീനറി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഡെക്കറേറ്റീവ് മാത്രമല്ല, ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹാർമണി, പെർമനൻസ് ആൻഡ് പീസ് ആസ് വെൽ. In contrast, modern urban life is portrayed as hurried, restless, spiritual, exhausting. അപ്പോൾ അവിടെ തന്നെ ഒരു ഡിഫറൻസിയേഷൻ കാണാൻ പറ്റും. റൂറൽ ലൈഫും മോഡേൺ ലൈഫും. റൂറൽ ലൈഫ് ഭയങ്കര പീസ്ഫുൾ ആണെങ്കിൽ മോഡേൺ ലൈഫ് എങ്ങനെയാണെന്നാണ് പറയുന്നത്, ഫുൾ ഓഫ് റെസ്റ്റ്ലെസ് തിങ്സ്, ഹറീഡ് ആണ് അല്ലേ, ഹറിബറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ സ്പിരിച്വൽ എക്സ്ഹോസ്റ്റിംഗ് എന്നുള്ളതും പറയുന്നുണ്ട്. So nature becomes an ideal place where human beings can escape worldly worries and recover their inner balance. അപ്പോൾ നേച്ചർ അല്ലേ, നമ്മുടെ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ നേച്ചർ, പ്രകൃതി എന്ന് പറയുന്നത് നമുക്കൊരു ഐഡിയൽ പ്ലേസ് ആണ്. അവിടെ ഹ്യൂമൻ ബീയിങ്സിന് എന്ത് ചെയ്യാം, ഈ വേൾഡ്ലി ആയിട്ടുള്ള വെറീസിൽ നിന്നും അതുപോലെ തന്നെ ഇന്നർ ബാലൻസ് ഒക്കെ കണ്ടെത്തി ഈ വേൾഡ്ലി വെറീസിൽ നിന്നും ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റും എന്നാണ് അദ്ദേഹം പറയുന്നത് കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ സെറ്റിംഗ് ഓഫ് ദ പോയം. ഇനി നമുക്കിതിൻ്റെ എന്താണ് സ്കോളർ ജിപ്സി എന്ന് പറയുന്ന പോയം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു കംപ്ലീറ്റ് സമ്മറിയാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ കാണാൻ പറ്റും, ഇറ്റ്സ് എ ലോങ് പോയം. ഏകദേശം ഒരു 2-3 പേജസോളം, 2-3 അല്ല, 1 2 3 4 ദെൻ 5.5 പേജസോളം വരുന്ന ഒരു ലോങ് പോയമാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ മാത്യു അർണോൾഡ്സ് Scholar Gypsy is one of the finest pastoral and philosophical poems of Victorian age. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഇറ്റ്സ് എ philosophical as well as pastoral poem of Victorian age. And it was published in 1853 and based on 17th century legend recorded by Joseph Glanville അല്ലേ, in the Vanity of Dogmatizing. Arnold uses the simple legend to explore the spiritual crisis of modern society and to contrast the peaceful ideal life with restless materialistic life of the Victorian age. അപ്പോൾ ഈ സ്കോളർ ജിപ്സിനെ വെച്ചിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ് റൂറൽ ലൈഫ് എത്രത്തോളം സിംപ്ലിസിറ്റി അല്ലെങ്കിൽ സിമ്പിൾ ആണെന്നും പീസ്ഫുൾ ആണെന്നും അതുപോലെ തന്നെ മോഡേൺ ലൈഫ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എന്താ പറയേണ്ട മെറ്റീരിയലിസ്റ്റിക് ലൈഫുമാണെന്ന് നമുക്ക് അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് നമുക്ക് കാണിച്ചു തരികയാണ്. And through the figure of the scholar Gypsy, Arnold expresses his belief that a life devoted to a single noble purpose is superior to the confused and distracted existence of modern humanity. അപ്പോൾ സ്കോളർ ജിപ്സിയിലൂടെ അർണോൾഡ് കാണിച്ചു തരുന്ന വേറൊരു കാര്യമുണ്ട്. അതായത് നമുക്ക് ഒരു സിമ്പിൾ ലൈഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടെയും ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ബെനിഫിറ്റിനോ ഒന്നിനുമല്ലാതെ നമ്മളൊരു സിമ്പിൾ ഐഡിയലിസ്റ്റിക് ലൈഫ് നയിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ അതാണ് എന്ത് പറയുന്നത്, ഒരു ഡിവോട്ടി ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ നോബിൾ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ലൈഫിനെ ഡിവോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ശരിക്കും പറഞ്ഞാൽ സുപ്പീരിയർ ആയിട്ട് കാണാൻ പറ്റുന്നത്. അല്ലാതെ ഈ മോഡേൺ ഹ്യൂമാനിറ്റിയിൽ നിലനിൽക്കുന്ന എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൺഫ്യൂഷനും ഡിസ്ട്രാക്ഷനും ഒന്നും ഒരു സുപ്പീരിയർ ആയിട്ടുള്ള തിങ് അല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനി എങ്ങനെയാണ് പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്? ദ പോയം ബിഗിൻസ് വിത്ത് എ വിവിഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ബ്യൂട്ടിഫുൾ കൺട്രി സൈഡ് അറൗണ്ട് ഓക്സ്ഫോർഡ്. അപ്പോൾ ഓക്സ്ഫോർഡിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറി ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പോയം സ്റ്റാർട്ട് ചെയ്യുന്നത്.
The poet asks a shepherd to continue tending his sheep while he rests beneath the shade of a tree. അപ്പം അദ്ദേഹം പറയാണ്, ഇനി അതായത് പോയത്തിലെ കഥയിലേക്ക് വരികയാണ്. പോയത്തിൽ നമുക്കൊരു ഷെപ്പേർഡിനെ കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പോയറ്റിനെ കാണാൻ പറ്റും. അപ്പോൾ പോയറ്റ് എന്ത് ചെയ്യാണ്, അടുത്തുള്ള ആളുടെ, അതായത് ആ ഒരു റൂറൽ പ്രദേശത്തെ ഭയങ്കര ശാന്തം അല്ലേ, കാമായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റും അല്ലേ. എന്നിട്ട് കുറേ വയലുകളുണ്ട്, മരങ്ങളുണ്ട്, കുന്നുകളുണ്ട്, ഹിൽസ്, റിവേഴ്സ്, എവറിത്തിങ് ഈസ് ദെയർ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വെച്ചാൽ ഒരു ഷെപ്പേർഡിൻ്റെ ഒരു ആട്ടിടയൻ്റെ അടുത്ത് എന്ത് പറയുന്നുണ്ട്, താൻ ചെയ്യുന്ന ജോബ് തുടരാനും കണ്ടിന്യൂ ചെയ്യാനും ഞാൻ കവി പറയാണ്, അതായത് പോയറ്റ് പറയാണ്, ഐ വിൽ സിറ്റ് ഇൻ ദിസ് ഐ വിൽ സിറ്റ് അണ്ടർ ദ ട്രീ എന്ന് പറയുകയും എന്നിട്ട് അങ്ങനെ അയാൾ ഒരു പഴയ കഥ അങ്ങനെ ഓർക്കുകയാണ്. പഴയ കഥ, അതായത് അയാളുടെ മനസ്സിലുള്ള ഒരു പഴയ കഥ ഇങ്ങനെ ഓർക്കുകയാണ്. ഓക്കെ, എന്നിട്ട് അദ്ദേഹം ആ ചുറ്റുപാടുമുള്ള അദ്ദേഹത്തിൻ്റെ പീസ്ഫുൾ ആയിട്ടുള്ള ഫീൽഡ്, ഹിൽസ്, റിവേഴ്സ്, വുഡ്, വില്ലേജ് അതൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഹി ഈസ് ഫീൽഡ് വിത്ത് അഡ്മിറേഷൻ ഓഫ് ദ ബ്യൂട്ടി ആൻഡ് ട്രാങ്ക്വിലിറ്റി ഓഫ് നേച്ചറിൻ്റെ ആ ബ്യൂട്ടിയിലും ട്രാങ്ക്വിലിറ്റിയിലൊക്കെ അദ്ദേഹം അഡ്മയർ ചെയ്യുന്നുണ്ട്. സോ ദ കാം റൂറൽ അറ്റ്മോസ്ഫിയർ പ്രിപ്പയർസ് ദ റീഡേഴ്സ് ഫോർ എ തോട്ട്ഫുൾ മെഡിറ്റേഷൻ ഓൺ ലൈഫിനെ കുറിച്ചിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ് ഈ ഒരു കാം ആയിട്ടുള്ള റൂറൽ അറ്റ്മോസ്ഫിയർ നമുക്ക് തരുന്നത്. Arnold's detailed descriptions of nature create a peaceful pastoral setting that stands in sharp contrast to the noisy and restless world of modern civilization എന്ന് പറയുന്നുണ്ട്. And while enjoying the landscape, the poet remembers the old story of the scholar gypsy. ഇനിയാണ് പോയറ്റ് ആ സ്കോളർ ജിപ്സിൻ്റെ ഓൾഡ് സ്റ്റോറി ഇങ്ങനെ ഓർത്തെടുക്കുന്നത്. അപ്പോൾ ആ ലെജൻഡിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ആ പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം, ദ സ്കോളർ ജിപ്സി വാസ് വൺസ് എ സ്റ്റുഡൻറ്റ് അറ്റ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റ് എവിടെയാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓൾദോ ഹി വാസ് ഇൻ്റലിജൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ്, ഹി ബിക്കെയിം ഡിസാറ്റിസ്ഫൈഡ് വിത്ത് അക്കാദമിക് ലേണിംഗ് ബിക്കോസ് ഹി ബിലീവ് ദാറ്റ് ഇറ്റ് കുഡ് നോട്ട് പ്രൊവൈഡ് ദ ട്രൂ വിസ്റ്റം. അപ്പോൾ ആ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ നോളജബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും നോളജബിളും വിസ്ഡവും ഉള്ള ഒരാളായിരുന്നു, ഇൻ്റലിജൻറ്റ് ആൻഡ് ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. എന്നാലും ആ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് ദ അക്കാദമിക് നോളജ് വെച്ചിട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ട്രൂ വിസ്ഡം ഒരിക്കലും അക്കാദമിക്കിന് തരാൻ പറ്റില്ല എന്നാണ് ആ ഒരു സ്റ്റുഡൻ്റ് അങ്ങനെ പറയുന്നത്. എന്നിട്ട് ഹീ ഈസ് ഹോപ്പിംഗ് ഫോർ നോളജ്, ഹീ അബാൻഡൻഡ് ദി യൂണിവേഴ്സിറ്റി ആൻഡ് ജോയിൻഡ് എ ഗ്രൂപ്പ് ഓഫ് വാണ്ടറിങ് ജിപ്സി. അങ്ങനെ കൂടുതൽ നോളജ് ആ ഒരു സ്റ്റുഡൻറ്റിന് വേണമെന്ന് പറഞ്ഞിട്ട് അക്കാദമി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ചാടിപ്പോന്നിട്ട് എവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് എന്ത് ചെയ്തു, ജിപ്സീൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തു. And the gypsies were believed to possess secret wisdom and supernatural knowledge, and the scholar devoted himself completely to learning their mysterious arts. അപ്പോൾ ആ മിസ്റ്റീരിയസ് ആർട്സ് പഠിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ഫുൾ ജീവിതം അങ്ങനെ അങ്ങോട്ട് ഡിവോട്ട് ചെയ്തു ആ ജിപ്സി ലൈഫിൽ. And as years passed, the scholar gypsy never returned to ordinary society. അപ്പോൾ കുറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സ്കോളർ ജിപ്സി ഒരിക്കലും ഓർഡിനറി സൊസൈറ്റിയിലേക്ക് തിരിച്ചു വന്നില്ല. പകരം എന്താ ചെയ്തത്, ഇൻസ്റ്റഡ് ഹി കണ്ടിന്യൂഡ് വാണ്ടറിങ് ത്രൂ ദ കൺട്രി സൈഡ് ലിവിങ് എമംഗ് നേച്ചർ. അങ്ങനെ ഈ ഒരു സ്റ്റുഡൻറ്റ് ഒരിക്കലും തിരിച്ച് നാട്ടിലേക്ക് വരാതെ വാണ്ടറിങ് ജിപ്സീസിൻ്റെ കൂടെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോവുകയും ആ നേച്ചറിൽ കഴിച്ചുകൂടുകയും ചെയ്തു. ഷെപ്പേർഡ്സ്, ഫാമേഴ്സ്, ട്രാവലേഴ്സ് ഒക്കേഷണലി ക്ലെയിംഡ് ടു ഹാവ് സീൻ ഹിം ഇൻ ദ ഫീൽഡ്സ്, ഫോറസ്റ്റ് ഓർ ഹിൽസ് അറൗണ്ട് ദ ഓക്സ്ഫോർഡ്. അപ്പോൾ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളുകൾ എന്ത് ചെയ്തു, ഇത്തരത്തിലുള്ള ഷെപ്പേഴ്സും ഫാമേഴ്സും ട്രാവലേഴ്സും ഒക്കെ പറഞ്ഞു, ഞങ്ങൾ ആ ഒരു ആളെ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ട്, ലൈക്ക് ഇൻ ദ ഫീൽഡ്, ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഓക്സ്ഫോർഡിൻ്റെ ചുറ്റുഭാഗത്തും കണ്ടു എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഓൾ ദോ സെഞ്ച്വറീസ് ഹാസ് പാസ്ഡ് ഹി അപ്പിയർ ടു റിമൈൻ യങ് ആൻഡ് അൺചേഞ്ച്ഡ്. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ഒരു സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ജിപ്സി ലൈഫ് തിരഞ്ഞെടുത്ത നമ്മുടെ ആ സ്റ്റുഡൻറ്റ്, ഹീ സ്റ്റിൽ ലുക്സ് ലൈക്ക് വെരി യങ് ആൻഡ് വെരി യങ് ആൻഡ് അൺചേഞ്ച്ഡ് എന്നുള്ളത്. So this mysterious quality transformed him from an ordinary man into a symbol of eternal youth. അപ്പോൾ ആ ഒരു ഓർഡിനറി ആയിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തെ ഒരു സിമ്പിൾ അല്ലെങ്കിൽ ഓർഡിനറി മാൻ എന്നുള്ളതിൽ നിന്നും ഒരു എറ്റേണൽ യൂത്തിലേക്ക് ആക്കി മാറ്റിയത്. അതായത് ഒരിക്കലും നശിക്കാത്ത ഒരു ഫെയ്ത്ത്, ഒരു വിശ്വാസമുള്ള ആളായിട്ടും കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ടു ഐഡിയൽ ആയിട്ടുള്ളൊരു പേഴ്സണുമാക്കിയിട്ട് മാറ്റിയത്.
അങ്ങനെ ആഫ്റ്റർ നറേറ്റിംഗ് ദി ലെജൻഡ്, ആ ലെജൻഡിനെ ഇങ്ങനെ നറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അർണോൾഡ് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അർണോൾഡിൻ്റെ അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു പോയിറ്റിൻ്റെ അറ്റൻഷൻ ടു ദ കണ്ടീഷൻ ഓഫ് ദ മോഡേൺ ഹ്യൂമാനിറ്റി. എന്നിട്ട് ആ സ്കോളർ ജിപ്സിൻ്റെ ലൈഫിൽ നിന്നും നേരെ ഷിഫ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴത്തെ മോഡേൺ ലൈഫിലേക്ക് അദ്ദേഹത്തിൻ്റെ നരേഷൻ എന്ത് ചെയ്യാണ്, ടേൺ ചെയ്യാണ്. Then he argues that modern people suffer from what he famously calls the strange disease of modern life. അപ്പോൾ അദ്ദേഹം പറയുകയാണ് മോഡേൺ ലൈഫിലെ ആളുകൾ എപ്പോഴും സ്ട്രേഞ്ച് ലൈഫിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡിസീസാണ്, മോഡേൺ ലൈഫിൻ്റെ ഒരു ഡിസീസ് പോലെയാണ് ഈ സ്ട്രേഞ്ച് ലൈഫ് എന്നുള്ളതും അതുപോലെ തന്നെ പീപ്പിൾ സഫർ ചെയ്യാണ് എന്നും അദ്ദേഹം പറയുകയാണ്. സ്കോളർ ജിപ്സിനെ പോലെയല്ല മോഡേൺ മെന്നും വിമനും ഒക്കെ എങ്ങനെയാണ്, ദേ ആർ അണേബിൾ ടു റിമെയിൻ കമ്മിറ്റഡ് ടു എ സിംഗിൾ പർപ്പസ്. ഒരു സിംഗിൾ പർപ്പസിൽ റിമെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരിക്കലും കഴിയുന്നില്ല എന്ന് പറയുന്നുണ്ട്. Their minds are filled with a doubt, uncertainty, anxiety and confusion. ഇതൊക്കെയാണ് മോഡേൺ ലൈഫിലെ ആളുകൾക്ക് ഉള്ളത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. Then they constantly change their opinions, ambitions and beliefs. അവർക്ക് ഒരിക്കലും ഒരു സ്വന്തമായൊരു തീരുമാനം അല്ലെങ്കിൽ ഒരൊറ്റ തീരുമാനം ഡിസിഷൻസ് ഒന്നുമില്ല. They are constantly changing their beliefs, ambitions, opinions എന്നൊക്കെ പറയുന്നുണ്ട്. ഇൻഡസ്ട്രിയലൈസേഷൻ, സയൻറ്റിഫിക് ഡിസ്കവറീസ് ആൻഡ് മെറ്റീരിയലിസം ഹാവ് വീക്കൻഡ് ദെയർ സ്പിരിച്വൽ സ്ട്രെങ്ത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മോഡേൺ പീപ്പിളിൻ്റെ സ്ട്രെങ്ത്തിനെ വീക്കൻ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ റിസൾട്ടായിട്ട് ദേ എക്സ്പീരിയൻസ് മെൻ്റൽ എക്സോഷൻ ആൻഡ് ഇമോഷണൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഡിസ്പൈറ്റ് അച്ചീവിങ് മെറ്റീരിയൽ പ്രോഗ്രസ്. അപ്പോൾ ഒരു മെറ്റീരിയൽ പ്രോഗ്രസ് ഉണ്ടാകുന്നതിന് പകരം അവർക്ക് പല കാര്യങ്ങളും നഷ്ടപ്പെടുകയും ഒരു സ്പിരിച്വൽ എക്സ്ഹോസ്റ്റേഷൻ അല്ലെങ്കിൽ എക്സ്ഹോഷനിലേക്കും ഇമോഷണൽ ഡിസാറ്റിസ്ഫാക്ഷനിലേക്കും പോവുകയാണ് എന്നാണ് ആര് പറയുന്നത്, അർണോൾഡ് പറയുന്നത്. ദെൻ ദ സ്കോളർ ജിപ്സി റെപ്രസെൻറ്റ് ദ എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് മോഡേൺ ഹ്യൂമാനിറ്റി. അപ്പോൾ മോഡേൺ ഹ്യൂമാനിറ്റീൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കോളർ ജിപ്സി അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹി ഹാസ് റിമൈൻഡ് ഫെയ്ത്ത്ഫുൾ ടു വൺ ഗ്രേറ്റ് പേർപ്പസ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. അല്ലേ, ആ ത്രൂ ഔട്ട് ഓഫ് ലൈഫിൽ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഒരു ഗ്രേറ്റ് പേർപ്പസ് അല്ലേ, ഒരു ഒറ്റ ഗ്രേറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ് ആ ഒരു ലൈഫ് വിശ്വാസത്തെ ഫെയ്ത്ത്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവൻ്റെ പേഷ്യൻസ്, അതുപോലെ ഡിറ്റർമിനേഷൻ, സിംഗിൾ മൈൻഡഡ് ഡിവോഷൻ ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്പിരിച്വൽ സിക്നെസ്സിൽ നിന്നും അതുപോലെ തന്നെ ഒരിക്കലും അത് അഫക്റ്റ് ചെയ്യുന്നില്ല അല്ലേ, ഓർഡിനറി പീപ്പിളിനെ അഫക്റ്റ് ചെയ്യുന്ന ആ ഒരു സ്പിരിച്വൽ സിക്നെസ്സിൽ നിന്നാണ് അവനെ രക്ഷിക്കുന്നത്. അർണോൾഡ് റെപ്രസെൻറ്റ്സ് ഹിം ആസ് എൻ ഐഡിയൽ ഹ്യൂമൻ ബീയിങ് ഹു ഹാസ് എസ്കേപ്ഡ് ദ കൺഫ്യൂഷൻ ആൻഡ് ഇൻസ്റ്റെബിലിറ്റി ഓഫ് മോഡേൺ സിവിലൈസേഷൻ. അപ്പോൾ സ്കോളർ ജിപ്സിനെ ഇവിടെ അർണോൾഡ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ മോഡേൺ സഫോക്കേഷനിൽ നിന്നും അല്ലെങ്കിൽ മോഡേൺ സിവിലൈസേഷൻ്റെ കൺഫ്യൂഷനിൽ നിന്നും ഇൻസ്റ്റെബിലിറ്റിയിൽ നിന്നും എസ്കേപ്പ് ചെയ്ത ഒരാളായിട്ടാണ്. ആൻഡ് ഹീസ് ലൈഫ് സിംബലൈസസ് പ്യൂരിറ്റി, സിംപ്ലിസിറ്റി, ഹോപ്പ് ആൻഡ് സ്പിരിച്വൽ ഫുൾഫിൽമെൻറ്റ്. As the poem progresses, the poet becomes concerned that the scholar gypsy might come into contact with modern society. അപ്പോൾ കാലം കഴിയും തോറും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പോയറ്റ് ഇങ്ങനെ കൺസേൺ ആവുകയാണ്. അതായത് ഈ സ്കോളർ ജിപ്സി ഇങ്ങനെ പഴയ കാലമല്ലല്ലോ, കാലം മാറുന്നതിനനുസരിച്ച് സ്കോളർ ജിപ്സി മോഡേൺ വേൾഡിലേക്ക് എത്തുന്നുണ്ടാവും. അപ്പോൾ മോഡേൺ വേൾഡുമായിട്ടൊരു കോണ്ടാക്റ്റിൽ എത്തുമോ എന്നുള്ള ഒരു കൺസേൺ അവിടെ പോയറ്റ് കാണിക്കുന്നുണ്ട്. ആൻഡ് അർണോൾഡ് ബിലീവ്സ് ദാറ്റ് ദ ഡൗട്ട്സ് ആൻഡ് റെസ്റ്റ്ലെസ്നെസ് ഓഫ് കണ്ടംപററി പീപ്പിൾ ആർ കണ്ടാജിയസ്. അല്ലേ, അതിങ്ങനെ പകരുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ കണ്ടംപററി ആളുകളുടെ ആ ഒരു ഡൗട്ടും റെസ്റ്റ്ലെസ്നെസ്സൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മറ്റ് ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കാവുന്നതാണ് എന്നുള്ളത്. മീൻസ് നമ്മൾ പറയില്ല കണ്ടാജിയസ് ഡിസീസ് എന്ന്, പകരുന്ന രോഗങ്ങൾ, ആ പകരുന്ന രോഗം പോലെയുള്ള ഒരു കാര്യമാണ് എന്നാണ് പറയുന്നത്. If the scholar gypsy associates with him, he too may lose his faith and dedication. അപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഈ സ്കോളർ ജിപ്സി ഇനിയിപ്പോൾ ഈ മോഡേൺ വേൾഡിലെ ആളുകളുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ ഇത്രയും കാലം സമ്പാദിച്ച് വെച്ച ആ ഒരു സ്പിരിച്വൽ ഫെയ്ത്തും അതുപോലെ തന്നെ ഇന്നർ പീസൊക്കെ അവനും നഷ്ടപ്പെടും എന്ന് പോയറ്റ് പറയുകയാണ്. അതുകൊണ്ട് പോയറ്റ് അഡ്വൈസ് ഹിം ടു സ്റ്റേ അവേ ഫ്രം മോഡേൺ സിവിലൈസേഷൻ ആൻഡ് കണ്ടിന്യൂ ലിവിങ് പീസ്ഫുള്ളി എമംഗ് ദ ഹിൽസ്, വുഡ് ആൻഡ് ഫീൽഡ്സ് ആൻഡ് ഹിസ് ഐഡിയൽസ് റിമെയിൻ സേഫ് ആൻഡ് അൺടച്ച്ഡ്. അപ്പോൾ ഇവിടെ പോയറ്റ് ആ സ്കോളർ ജിപ്സിക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് അവനെ എന്താ പറയുക, അഡ്വൈസ് ചെയ്യാണ് ടു ഡോണ്ട് കം അല്ലെങ്കിൽ ടു സ്റ്റേ അവേ വിത്ത് ദ മോഡേൺ സൊസൈറ്റിയിൽ നിന്നും മാറി നിൽക്കാനും ഇപ്പോൾ നയിക്കുന്ന പോലെയുള്ള ഒരു സിമ്പിൾ ലൈഫ് അല്ലെങ്കിൽ ക്ലോസ് ലൈഫ്
ക്ലോസ് ടു നേച്ചർ അത് തുടരാനും ഫീൽഡിലും വുഡിലും അതുപോലെ തന്നെ ഹിൽസിലൊക്കെ ഒരു സേഫ് ആയിട്ടുള്ള ഐഡിയൽ ലൈഫ് റിമെയിൻ അൺടച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെ നയിക്കാൻ വേണ്ടിയിട്ട് അഡ്വൈസ് ചെയ്യാണ് പോയറ്റ് സ്കോളർ ജിപ്സിയെ അഡ്വൈസ് ചെയ്യാണ്. ആൻഡ് ഇൻ ദ കൺക്ലൂഡിങ് സെക്ഷൻ, ഇനി കൺക്ലൂഡിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അർണോൾഡ് കമ്പയർസ് ദ സ്കോളർ ജിപ്സി ടു എ ടൈറിയൻ ട്രേഡർ, ഓക്കെ, who carefully avoids dangerous harbors in order to protect his valuable cargo. ഓക്കെ, അപ്പോൾ ലാസ്റ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹം അവിടെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. അതായത് സ്കോളർ ജിപ്സിയോട് ആധുനിക മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കാൻ അഭ്യർത്ഥിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ കാര്യമൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിലപിടിപ്പുള്ള ഭയങ്കര എന്താ പറയണ്ടേ കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രേഡ് മീൻസ് ചരക്കുകളൊക്കെ സഞ്ചരിക്കുന്ന ഒരു ടൈറിയൻ ട്രേഡ്, ഒരു വ്യാപാരി നമ്മൾ പറയില്ല, അങ്ങനെ അപകടകരമായിട്ടുള്ള ആ ഒരു തുറമുഖങ്ങളെ ഒഴിവാക്കിയിട്ട് സുരക്ഷിതമായ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് പോലെ സ്കോളർ ജിപ്സിനോടും എന്താണ് ഈ മോഡേൺ വേൾഡിൽ നിന്നും ഒരു സ്പിരിച്വൽ എന്താ പറയണ്ടേ ഒരു ക്ലാഷിലേക്ക് പോകാതെ അതിൽ നിന്നും വിട്ടു നിൽക്കണം എന്നാണ് പോയറ്റ് പറയുന്നത്. സോ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയൽ ലൈഫാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ അല്ലെങ്കിൽ അർണോൾഡ് പ്രസൻസ് ആൻഡ് ഇൻസ്പയറിംഗ് വിഷൻ ഓഫ് എ ലൈഫ് ഗൈഡഡ് ബൈ ഫെയ്ത്ത്, പേഷ്യൻസ് ആൻഡ് അൺവേവറിംഗ് കമ്മിറ്റ്മെൻറ്റ്. അതൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇവിടെ സ്കോളർ ജിപ്സിനെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കൺക്ലൂഷനായിട്ട് നമുക്ക് എങ്ങനെ പറയാം, സ്കോളർ ജിപ്സി ഈസ് ബോത്ത് എ പാസ്റ്ററൽ ആൻഡ് ഫിലോസഫിക്കൽ പോയം. ഇറ്റ് കമ്പൈൻസ് ബ്യൂട്ടി ഓഫ് നേച്ചർ വിത്ത് എ പ്രൊഫൗണ്ട് റിഫ്ലക്ഷൻ ഓൺ ദ പ്രോബ്ലംസ് ഓഫ് മോഡേൺ ലൈഫ്. ത്രൂ ദ ലെജൻഡറി സ്കോളർ ജിപ്സി, മാത്യു അർണോൾഡ് criticizes the materialism, uncertainty and spiritual exhaustion of the Victorian age. At the same time, he celebrates faith, perseverance, simplicity and dedication to a single ideal life. The poem continues to be admired because its message about the search for meaning, inner peace and spiritual fulfillment remains relevant even in today's fast-paced and materialistic world. എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, you can conclude. സോ ഇതാണ് ദ ഡീറ്റെയിൽഡ് സമ്മറി ഓഫ് ദ പോയം എന്ന് പറയുന്നത്. ഇനി പോയത്തിൻ്റെ മേജർ തീംസ് ഉണ്ട്. എന്തൊക്കെയാണ് പോയത്തിൻ്റെ മേജർ തീംസ്? സോ നമുക്ക് ഇത്രയും പറഞ്ഞതോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ദ മെയിൻ തീംസ് ഓഫ് ദ പോയം. അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ തീംസ് എന്ന് പറയുന്നത്? ഒന്ന്, ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ മോഡേൺ വേൾഡ് ആൻഡ് ഐഡിയൽ വേൾഡ്. നമ്മൾ പറഞ്ഞു അല്ലേ, മോഡേൺ വേൾഡും ഐഡിയൽ വേൾഡും തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ്. അതായത് അതാണ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീം എന്ന് പറയുന്നത്. അർണോൾഡ് പറയുകയാണെങ്കിൽ വിക്ടോറിയൻ ഏജ് ഫുൾ ഓഫ് കൺഫ്യൂഷനും അല്ലേ, ആൻസൈറ്റി, മെറ്റീരിയലിസം ഒക്കെ ആയിരുന്നു, ലോസ് ഓഫ് ഫെയ്ത്ത് ഒക്കെ ആയിരുന്നു. അപ്പോൾ പീപ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും വെൽത്തിനും സക്സസിനും സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഒക്കെ പുറകെ ആയിട്ട് ഫുൾ ബിസി ആയിരുന്നു. അപ്പോൾ അത് കാരണം ആസ് എ റിസൾട്ട് ദേ ബിക്കെയിം മെൻ്റലി എക്സ്ഹോസ്റ്റഡ് ആൻഡ് സ്പിരിച്വലി ഡിസാറ്റിസ്ഫൈഡ് എന്നാണ് പറയുന്നത്. So scholar gypsy represents the ideal life. He has escaped the pressure of modern civilization and lives peacefully in nature എന്നൊക്കെ പറയുന്നുണ്ട്. ദെൻ സെക്കൻഡ് തീം എന്ന് പറയുന്നത് എന്താണ്? സെർച്ച് ഫോർ ഹയർ നോളജ്. അപ്പോൾ അക്കാദമിക് ലൈഫിൽ നിന്നും കിട്ടിയ ഒരു നോളജ് മാത്രം പോരാ ജിപ്സിക്ക്. ഹി വാണ്ട്സ് ടു അക്വയർ മോർ നോളജ് ബിയോണ്ട് ദ അക്കാദമിക്സ് അല്ലേ. അക്കാദമിക്സിൻ്റെ പുറമേ നിന്നും കുറേ നോളജ് ഇനിയും അദ്ദേഹത്തിന് കിട്ടണം എന്നുള്ള ഒരു കാര്യമുണ്ട് അവിടെ. സോ ഹി considers that true wisdom cannot be gained through ordinary academic education alone. Instead, he seeks a deeper and more spiritual knowledge from gypsies. Then third main theme is nature as a source of peace എന്നുള്ളത്. അതായത് nature plays a central role in this poem. Arnold describes the beautiful countryside around Oxford with great affection എന്നൊക്കെ പറയുന്നുണ്ട്. The next theme is faith and commitment. Modern people constantly change their opinions and ambitions. They begin one task and abandon it for another അല്ലേ. ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് വേറൊരു കാര്യം തുടങ്ങാൻ വേണ്ടി ആ കാര്യം മുഴുമിപ്പിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അബാൻഡൻ ചെയ്യും അല്ലെങ്കിൽ ലൂസ് ചെയ്യും. ആ ഒരു കാര്യമാണ്. സോ ദിസ് ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ് വീക്ക്നെസ് ദെയർ ക്യാരക്ടർ. അപ്പോൾ ഒരു കാര്യത്തോടുള്ള ഇല്ലാത്ത കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, അത് അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്യാരക്ടർ ലൂസിങ്ങിന് ആണ് അവരെന്ത് ചെയ്യുന്നത്, വീക്കൻ ചെയ്യാണ് ചെയ്യുന്നത് ക്യാരക്ടറിന് അല്ലേ. അപ്പോൾ ഇവിടെ സ്കോളർ ജിപ്സി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള സിംഗിൾ പേർപ്പസ് ത്രൂ ഔട്ട് ലൈഫിൽ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അവൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അൺവേവറിങ് ഡെഡിക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ ഡിസപ്പോയിൻമെൻറ്റിൽ നിന്നും ഡിസ്പെയറിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അർണോൾഡ് റെപ്രസെൻറ്റ്സ് കമ്മിറ്റ്മെൻറ്റ് ആസ് എൻ എസെൻഷ്യൽ ക്വാളിറ്റി ഫോർ അച്ചീവിങ് ഇന്നർ പീസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നർ പീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളൊരു കാര്യം എസെൻഷ്യൽ ക്വാളിറ്റി ആയിട്ട് കണക്കാക്കണം എന്ന് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് തീമാണ് ലോസ് ഓഫ് ഫെയ്ത്ത് ഇൻ ദ വിക്ടോറിയൻ ഏജ്. ലോസ് ഓഫ് ഫെയ്ത്ത് ഇൻ ദ വിക്ടോറിയൻ
വിക്ടോറിയൻ ഏജ്. വിക്ടോറിയൻ ഏജിൽ കാണാൻ പറ്റിയ ആ ഒരു ലോസ് ഓഫ് ഫെയ്ത്ത് അല്ലേ, അതായത് എന്താണ് സയൻറ്റിഫിക് ഡിസ്കവറീസ് ഒക്കെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള റിലീജിയസ് ബിലീഫിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അൺസർട്ടനിറ്റിയിലൂടെയും സ്പിരിച്വൽ ഡൗട്ടിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. സോ അർണോൾഡ് ബിലീവ്ഡ് ദാറ്റ് ദിസ് ലോസ് ഓഫ് ഫെയ്ത്ത് ഹാഡ് ക്രിയേറ്റഡ് എ മോറൽ ക്രൈസിസ് and the poem reflects his concern that modern civilization had lost its spiritual foundation. Scholar Gypsy represents the faith and certainty that modern people no longer possess. ഇനി സിംബോളിസം ആണെങ്കിൽ സിംബോളിസം അല്ലേ, സ്കോളർ ജിപ്സിൻ്റെ സിമ്പിൾ എന്താണ് ഇവിടെ? സ്പിരിച്വൽ പ്യൂരിറ്റി, ഡെഡിക്കേഷൻ ടു ഐഡിയൽ, ഫ്രീഡം ആൻഡ് മെറ്റീരിയലിസം, എറ്റേണൽ യൂത്ത്, ഫെയ്ത്ത് ആൻഡ് ഹോപ്പ് എന്നൊക്കെ പറയാം. നേച്ചർ റെപ്രസെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ സിംബിളൈസ് ചെയ്തത് എന്തൊക്കെയാണ്? പീസ്, പെർമനൻസ്, പ്യൂരിറ്റി, ഹാർമണി, സ്പിരിച്വൽ റിന്യൂവൽ ഒക്കെ പറയാം. ഓക്സ്ഫോർഡ് ഉണ്ട് അല്ലേ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി സിംബലൈസസ് ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ഇൻ്റലക്ച്വൽ ലേണിംഗ്. ഹവെവർ അർണോൾഡ് സജസ്റ്റ് ദാറ്റ് അക്കാഡമിക് നോളജ് വൺസ് കനോട്ട് സാറ്റിസ്ഫൈ ദ ഡീപ്പർ നീഡ്സ് ഓഫ് ദി ഹ്യൂമൻ സോൾ എന്നും പറയുന്നുണ്ട്. ജിപ്സീസ് ഇവിടെ എന്താ സിംബലൈസ് ചെയ്യുന്നത്? ഫ്രീഡം, നാച്ചുറൽ വിസ്ഡം, സിംപ്ലിസിറ്റി, ലൈഫ് ബിയോണ്ട് കൺവെൻഷണൽ സൊസൈറ്റി. അതുപോലെ ടൈറിയൻ ട്രേഡർ, അതായത് നിയർ ദ എൻഡ് ഓഫ് ദ പോയം അർണോൾഡ് കമ്പയർസ് ദ സ്കോളർ ജിപ്സി ടു ടൈറിയൻ ട്രേഡർ ഹു കെയർഫുള്ളി അവോയ്ഡ്സ് ഡേഞ്ചറസ് ഹാർബേഴ്സ്. ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും മാറ്റിയിട്ട് അല്ലെ നേരവണ്ണം ഗുഡ്സുകൾ ഹാൻഡിൽ ചെയ്യുന്ന ആ ഒരു ആളെയാണ്, ആ ഒരു വ്യാപാരിനെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യമാണ് അവിടെ പറയുന്നത് അല്ലേ. അതായത് ട്രേഡർ സിംബലൈസസ് വിസ്ഡം ആൻഡ് കോഷൻ. ജസ്റ്റ് ആസ് ദ ട്രേഡർ പ്രൊട്ടക്ട്സ് ഹിസ് വാല്യുബിൾ കാർഗോ, ദ സ്കോളർ ജിപ്സി മസ്റ്റ് പ്രൊട്ടക്ട് ഹർ സ്പിരിച്വൽ പ്യൂരിറ്റി ബൈ അവോയ്ഡിങ് മോഡേൺ സിവിലൈസേഷൻ എന്നുള്ളത്. കുറേ ഇമേജറീസ് കാണാം. പോയം കണ്ടെയ്ൻസ് വിത്ത് വിവിഡ് പിക്ചേഴ്സ് ഓഫ് ഗ്രീൻ ഫീൽഡ്, ഫ്ലോയിങ് റിവർ, ഗ്രേസിങ് ഷീപ്പ്, ക്വയറ്റ് വില്ലേജസ്, ഹിൽ വുഡ്സ് ഒക്കെ കാണാൻ പറ്റും. വിഷ്വൽ ഇമേജറീസ് നമുക്കുണ്ട്. സിംബോളിക് ഇമേജറി എന്താ? സ്കോളർ ജിപ്സി ഹിംസെൽഫ് ബിക്കംസ് എ ലിവിങ് സിമ്പിൾ ഓഫ് എറ്റേണൽ ഹോപ്പ് ആൻഡ് സ്പിരിച്വൽ ഡെഡിക്കേഷൻ എന്ന് പറയാം. ഈ ലിറ്റററി ഡിവൈസുകൾ എന്തൊക്കെയാണ്? സിമിലി ഉണ്ട്, മെറ്റഫർ ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ ഉണ്ട്, അലിറ്ററേഷൻ ഉണ്ട്, അല്യൂഷൻ ഉണ്ട്, സിംബോളിസം ഉണ്ട്. ഓക്കെ, ഇനി എന്താണ്? പാസ്റ്ററൽ സ്റ്റൈലാണ് ഇതിൻ്റെ യൂസേജ് അല്ലേ. പോയം ബിലോങ്സ് ടു ദ പാസ്റ്ററൽ ട്രഡീഷൻ ബിക്കോസ് ഇറ്റ് ഐഡിയലൈസസ് റൂറൽ ലൈഫ് ആൻഡ് കോൺട്രാസ്റ്റഡ് വിത്ത് അർബൻ സിവിലൈസേഷൻ. സോ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. യു ക്യാൻ വാച്ച് ദിസ് കെയർഫുള്ളി. So that's all about the unit 2 of block 4 Matthew Arnold എന്ന് പറയുന്നത് Matthew Arnold second എന്നുള്ളത്. So we have learned about other 3 poems of Matthew Arnold along with this famous poem The Scholar Gypsy. So I hope all these points are clear to you. If you have any doubts you can you can freely contact me. Okay, എന്താണെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റിൽ കൊടുത്ത പോയിംസിൻ്റെ ലൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലറൈസ് ആയിട്ട് വെക്കുക. കാരണം ഇഫ് ഇൻ കേസ് എക്സാമിന് ചിലപ്പോൾ ലൈൻസ് ഒക്കെ പാരഫ്രൈസ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ആ ലൈൻസ് എവിടുന്നാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എവിടുന്നാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യു ഷുഡ് ഫെമിലിയർ അല്ലേ, യു ഷുഡ് ഫെമിലിയർ ടു ദോസ് കൈൻഡ്സ് ഓഫ് ലൈൻസ്. അപ്പോൾ ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക കേട്ടോ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് യൂണിറ്റ്. താങ്ക് യു. Hi students, welcome to A Dream Classroom. So today in this session we are going to deal with the unit 3 of block 4 of the paper BEGC 110 British Literature 19th Century. Okay, unit 3 is dealing with Christina Rossetti and her famous work Goblin Market. Okay, so Christina Rossetti എന്ന് പറയുന്ന റൈറ്ററിൻ്റെ മുഴുവനായിട്ടുള്ള ഒരു മെയിൻ യൂണിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഫേമസ് വർക്കായിട്ടുള്ള എന്താണ് ഗോബ്ലിൻ മാർക്കറ്റ് എന്നുള്ളത്. ഓക്കെ, സോ ക്രിസ്റ്റീന റോസെറ്റി വാസ് എൻ ഇംഗ്ലീഷ് റൈറ്റർ ഓഫ് റൊമാൻറ്റിക് ആൻഡ് ഡിവോഷണൽ പോയം ആൻഡ് ഓൾസോ ഫേമസ് പോയറ്റ് ഓഫ് വിക്ടോറിയൻ ഏജ്. ഓക്കെ, വിക്ടോറിയൻ ഏജിലെ ഒരു പ്രധാനപ്പെട്ട ഒരു എഴുത്തുകാരി തന്നെയായിരുന്നു നമ്മുടെ ക്രിസ്റ്റീന റോസെറ്റി എന്നുള്ളത് കേട്ടോ. ആൻഡ് ഹിയർ in this unit you can see some introduction and Christina Rossetti life and works, then her famous poem Goblin Market. അപ്പോൾ നമുക്ക് ആരാണ് ക്രിസ്റ്റീന റോസെറ്റി, എന്താണ് ലൈഫ് ആൻഡ് വർക്ക്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. സോ ഷീ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിറ്റ്സ് ഓഫ് ദ വിക്ടോറിയൻ ഏജ്. ഷീ ഈസ് റിമെമ്പേർഡ് ഫോർ ദ സിംപ്ലിസിറ്റി, മ്യൂസിക്കാലിറ്റി, ഇമോഷണൽ ഡെപ്ത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ എന്താണ് അറിയപ്പെടുന്ന ഒരു റൈറ്ററും കൂടിയാണ്. റിലീജിയസ് ഡിവോഷനൊക്കെ അദ്ദേഹത്തിൻ്റെ പോയട്രിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓൾദോ മെനി വിക്ടോറിയൻ
Victorian poets concerned on social reform, industrialization and scientific progress. Rossetti focused on human emotions, Christian faith, love, sacrifice, temptation and redemption. അപ്പോൾ റോസറ്റി അല്ലെങ്കിൽ ക്രിസ്റ്റീന റോസറ്റി ഫോക്കസ് ചെയ്തത് എന്തിനെയാണ്? കുറച്ചുകൂടി ഹ്യൂമൻ ഇമോഷൻസിനെയും ഈ പറഞ്ഞ പോലെ ഫെയ്ത്ത്, ലവ്, സാക്രിഫൈസ്, ടെംപ്റ്റേഷൻ, റിഡംഷൻ ഒക്കെയാണ്. ആൻഡ് ഷീ എക്സ്പ്ലോസ് her poems rich in symbols and often explores the conflict between earthly desires and spiritual values. അപ്പോൾ earthly desires and spiritual values തമ്മിലുള്ള കോൺഫ്ലിക്റ്റും നമുക്ക് പോയറ്റിൻ്റെ കവിതകളിൽ കാണാൻ പറ്റും. ഓക്കെ, സോ വിക്ടോറിയൻ ഏജ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാപ്പിഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ഗ്രോത്തും സയൻറ്റിഫിക് ഡിസ്കവറീസ് ഒക്കെ ഉള്ളതാണ് നമ്മൾ പറഞ്ഞു. സൊസൈറ്റി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് എന്താണ്? ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ പ്രോഗ്രസ് ആണ് അല്ലേ? പക്ഷേ പ്രോഗ്രസ് ഓൾസോ ക്രിയേറ്റഡ് മോറൽ ആൻഡ് സ്പിരിച്വൽ അൺസർട്ടനിറ്റീസ്. ട്രഡീഷണൽ റിലീജിയസ് ബിലീവ്സ് എന്നൊക്കെ ചലഞ്ച് ചെയ്തു അല്ലേ? സയൻറ്റിഫിക് തിയറീസ് അവരെയൊക്കെ എന്താണ് ചലഞ്ച് ചെയ്തു. നമ്മൾ പറഞ്ഞതാണ് ഡാർവിൻസ് തിയറി ഓഫ് എവല്യൂഷൻ ഒക്കെ വന്നതോടുകൂടി എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ്. സോ റോസറ്റിയുടെ പോയിംസ് അഡ്മയർഡ് ഫോർ ദെയർ ലിറിക്കൽ ബ്യൂട്ടി, വിവിഡ് ഇമേജറി, ഡീപ്പ് മോറൽ significance എന്നാ പറയുന്നത്. ഷീ frequently uses fairy tales, myths, dreams and symbolic characters to communicate universal truths. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് യൂണിവേഴ്സൽ ട്രൂത്തിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ ക്രിസ്റ്റീന റോസറ്റി യൂസ് ചെയ്തിട്ടുള്ളത്. ഫേമസ് ആയിട്ടുള്ളൊരു നരേറ്റീവ് പോയമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഗോബ്ലിൻ മാർക്കറ്റ് എന്നുള്ളത്. അത് കമ്പൈൻ ചെയ്യുന്നത് ഫാൻറ്റസീനെ വിത്ത് സീരിയസ് മോറൽ ആൻഡ് സൈക്കോളജിക്കൽ തീംസ് വെച്ചിട്ടാണ്. And it is regarded as one of the masterpiece of Victorian literature because it can be interpreted in many different ways. But നമ്മൾ ആസ് എ റീഡേഴ്സ് വി ക്യാൻ ഇൻറ്റർപ്രറ്റ് ഇൻ എ വെരി അല്ലെങ്കിൽ ഇൻ മെനി ഡിഫറെൻറ്റ് വേസ് എന്നാണ് പറയുന്നത്. ഒരു ഫെയറി ടെയിൽ ആവാം, അതുപോലെ ക്രിസ്ത്യൻ അലിഗറി ആയിട്ട് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം, ഫെമിനിസ്റ്റ് പോയമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാം, ആൻഡ് ഓൾസോ സൈക്കോളജിക്കൽ സ്റ്റഡി ആയിട്ടും നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇനി ക്രിസ്റ്റീന റോസറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ വാസ് ബോൺ ഓൺ 5th December 1830 in London. Okay, and England, and she belonged to highly educated family and also artistic family. Father എന്ന് പറയുന്നത് ഗബ്രിയേലെ റോസറ്റി ആണ്, ഇറ്റാലിയൻ സ്കോളർ, പോയറ്റ്, പൊളിറ്റിക്കൽ എക്സൈൽ who had settled in England after leaving Italy due to political reasons. Okay, and he taught Italian language and literature and greatly influenced Christina Literary's interest. മദർ എന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് പൊളിഡോറി റൊസറ്റി ആണ്. ഡീപ്ലി റിലീജിയസ് ആയിട്ടുള്ളൊരു വിമൻ ആണ്. ക്രിസ്ത്യൻ വാല്യൂസിനെ സ്ട്രോങ്ലി ബിലീവ് ചെയ്യുകയും അതിലൂടെ സഞ്ചരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഒക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റീന ഇൻഹെറിറ്റഡ് ബോത്ത് ഹെർ ഫാദേഴ്സ് ലിറ്റററി ടാലൻറ്റ് ആൻഡ് ഹർ മദേഴ്സ് റിലീജിയസ് ഡിവോഷൻ എന്നും പറയാൻ പറ്റും. ഇനി 2 ബ്രദേഴ്സ് ഉണ്ട്, 2 അല്ല, ടാലൻറ്റഡ് ആയിട്ടുള്ള സിബ്ലിങ്സ് ഉണ്ട്. അതായത് ബ്രദർ ആണ് ഡാൻറ്റെ ഗബ്രിയേൽ റോസറ്റി, ഒരു ഫേമസ് എഴുത്തുകാരനാണ് കേട്ടോ. ആസ് എ ലിറ്ററേച്ചർ സ്റ്റുഡൻറ്റ് യു ക്യാൻ ലേൺ അബൌട്ട് ഹിം. ഇംഗ്ലണ്ടിലെ ഗ്രേറ്റസ്റ്റ് പെയിൻറ്റർ ആണ്. ഓക്കെ, ഡിജി റോസറ്റി നമ്മൾ പറയും, ഗബ്രിയേൽ റോസറ്റി പെയിൻറ്ററും കൂടിയാണ്, പോയറ്റ് ആണ്. ആൻഡ് പ്രീ റഫേലൈറ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ ഫൗണ്ടറും കൂടിയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിസ്റ്റിക് മൂവ്മെൻ്റ് ആണത്, ഈ പ്രീ റാഫേലൈറ്റ് ബ്രദർഹുഡ് എന്ന് പറയുന്നത്. അത് റിജക്റ്റ് ചെയ്തത് ആർട്ടിഫിഷ്യാലിറ്റി ഇൻ ആർട്ട് ആൻഡ് പ്രൊമോട്ടഡ് സിൻസിയറിറ്റി, ബ്യൂട്ടി ആൻഡ് ഡീറ്റെയിൽഡ് ഒബ്സർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു സിബ്ലിംഗ് ആണ് വില്യം മിഷേൽ റോസറ്റി, അതുപോലെ തന്നെ മരിയ ഫ്രാൻസിസ് റോസറ്റി. ഇതൊക്കെ സിബ്ലിങ്സ് ആണ്. ഇനി നമ്മുടെ റോസറ്റിയുടെ എന്താ പറയണ്ടേ എഡ്യൂക്കേഷനൊക്കെ പറയുന്നത് വിക്ടോറിയൻ വിമനെ പോലെയല്ല. ക്രിസ്റ്റീന റിസീവ്ഡ് എക്സലൻറ്റ് എഡ്യൂക്കേഷൻ അറ്റ് ഹോം ആൻഡ് ഷീ സ്റ്റഡീഡ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇറ്റാലിയൻ ലിറ്ററേച്ചർ, ബൈബിൾ, ക്ലാസിക്കൽ മിത്തോളജി, ഹിസ്റ്ററി, പോയട്രി എല്ലാം നമ്മുടെ ക്രിസ്റ്റീന റോസറ്റി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ക്രിസ്റ്റീന റോസറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ക്രിസ്റ്റീന ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് വെച്ചാൽ റിലീജിയസ് ഡിവോഷൻ ആയിരിക്കും, സിംബോളിസം നമുക്ക് കുറേ കാണാൻ പറ്റും, മ്യൂസിക്കൽ ക്വാളിറ്റി ഗുഡാണ്, നേച്ചറിൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ഫെമിനൈൻ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റും, സിംപ്ലിസിറ്റി ഓഫ് ലാംഗ്വേജ് കാണാൻ പറ്റും. ഇനി അദ്ദേഹത്തിൻ്റെ മേജർ അതർ വർക്ക്സുകളാണ്. ഒന്ന് ഗോബ്ലിൻ മാർക്കറ്റ് ആൻഡ് അതർ പോയംസ് 1862 പബ്ലിഷ് ചെയ്തത്. Then The Princess Progress and Other Poems, it was published in 1866. Then Sing Song, a nursery rhyme book, was published in 1872. And Pageant and Other Poems 1881. And Verses എന്ന് പറയുന്നൊരു പോയം കൂടി ഉണ്ട് 1893 കേട്ടോ. കളക്ഷൻസ് ഓഫ് ഫൈനൽ കളക്ഷൻസ് ഓഫ് പോയട്രി ആണ് അവളുടെ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗോബ്ലിൻ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു പോയത്തിലേക്ക് കിടക്കാം. സോ ഇത്രയാണ് നമ്മുടെ പറഞ്ഞിട്ടുള്ള ഒരു എന്താ പറയാനുള്ളത്, ഒരു
സമ്മറി അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് ക്രിസ്റ്റീന റോസറ്റി. ഇനി നമുക്ക് പോയത്തിലേക്ക് വരാം. ഒരു ലോങ് നറേറ്റഡ് പോയമാണ്. ആസ് യു ക്യാൻ സീ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക് ദർ ആർ 1 2 3 4 5 6 7 8 9 10 11 12 13 14 13.5 പേജോളം വരുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു പോയം. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ലോങ് നറേറ്റീവ് പോയമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലൈൻ ബൈ ലൈൻ ഒന്നും പോകുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു കഥ, അതിൻ്റെ എന്താണ് പോയം പറയുന്നത് എന്നാണ് പറയുന്നത്. 1862 പബ്ലിഷ് ചെയ്തത് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ കളക്ഷൻ്റെ പേര് ഗോബ്ലിൻ മാർക്കറ്റ് ആൻഡ് അതർ പോയംസ് എന്നുള്ളതാണ് കേട്ടോ. ഏകദേശം 570 ലൈൻസ് നമുക്കിതിൽ കാണാൻ പറ്റും, ഈ ഒരു പോയത്തിൽ കാണാൻ പറ്റും. ആൻഡ് 2 സിസ്റ്റേഴ്സ് ആൻഡ് ഗോബ്ലിൻ മെർച്ചൻസ്, ഇതൊരു ടെയിലാണ്, ഒരു കഥയാണ്. കഥ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഒരു ഫെയറി ടെയിലാണ് കേട്ടോ. അതായത് 2 സിസ്റ്റേഴ്സും ഒരു ഗോബ്ലിൻ മെർച്ചൻറ്റിനെയും കുറിച്ചിട്ടാണ്. പോയത്തിൽ കുറേ ലെയേഴ്സ് ഓഫ് മീനിങ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ ഇൻ്റർപ്രിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ക്രിസ്ത്യൻ അലിഗറി ആയിട്ടാണ്. ആൻഡ് ഓൾസോ മോറൽ ടെയിൽ അബൌട്ട് ടെംപ്റ്റേഷൻ, ഫെമിനിസ്റ്റ് പോയം സെലിബ്രേറ്റിംഗ് സിസ്റ്റർഹുഡ് ആൻഡ് സൈക്കോളജിക്കൽ എക്സ്പ്ലോറേഷൻ ഓഫ് ഡിസയർ ആൻഡ് സാക്രിഫൈസ് എന്നൊക്കെ പറയാം. ഓക്കെ, നമുക്ക് എങ്ങോട്ട് പോവാം? കഥയിലേക്ക് പോവാം. ഓക്കെ, എന്താണ് എന്നുള്ള അതിൻ്റെ സമ്മറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. So the poem begins with goblin merchants wandering through the countryside every evening, loudly advertising their delicious ഫ്രൂട്ട്സ്. അപ്പോൾ ഈ ഗോബ്ലിൻ മാർക്കറ്റിലെ മെർച്ചൻസ്, അവിടുത്തെ വ്യാപാരികൾ ഗോബ്ലിൻ മാർക്കറ്റിലൂടെ എല്ലാ ദിവസവും ഈവനിങ്ങിലും ഇവരിങ്ങനെ വിളിച്ച് പറയും തൻ്റെ ഫ്രൂട്ട്സിന്, കടകളിലുള്ള ഫ്രൂട്ട്സിനെ കുറിച്ചിട്ട് ഇങ്ങനെ നമ്മൾ പറയില്ലേ 10 കിലോ 100 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ച് പറയുമല്ലോ. മെർച്ചൻസിന് അങ്ങനെയാണല്ലോ കസ്റ്റമേഴ്സിനെ അവരെന്ത് ചെയ്യുക, അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അവരുടെ ഡെലീഷ്യസ് ഫ്രൂട്ടിനെ കുറിച്ച് അഡ്വർടൈസിങ് ചെയ്യുകയായിരുന്നു, അങ്ങനെ ഉറക്കെ വിളിച്ചുകൊണ്ട്. ആ ഒരു അത്തരത്തിലുള്ള അവരുടെ അട്രാക്റ്റീവ് ക്രൈസ് എന്ന് പറയുന്നത്, അങ്ങനെ അലറി വിളിക്കുന്ന അത്തരത്തിലുള്ള ഒരു കരച്ചിൽ പോലത്തെ അതൊക്കെ ടെംപ്റ്റ് ചെയ്യും എല്ലാവരെയും. അത് കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും എന്ത് ചെയ്യും, പ്രലോഭിപ്പിക്കുമെന്നാണ് പറയുന്നത്. സോ ദ ഗോബ്ലിൻസ് ഓഫർ മെനി കൈൻഡ്സ് ഓഫ് ഫ്രഷ് ഫ്രൂട്ട്, കുറേ തരത്തിലുള്ള ഫ്രഷ് ഫ്രൂട്ടുകൾ ഈ ഒരു ഗോബ്ലിൻ ഓഫർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ആപ്പിൾസ്, ചെറീസ്, ഗ്രേപ്സ്, പീച്ചസ്, ഫിഗ്സ്, lemons and melons. Okay. So the rich description of the fruits create atmosphere of temptation and desire. അപ്പോൾ ഇതൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പിക്ചർ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ടെംപ്റ്റേഷൻ, നമ്മളെ പ്രലോഭിപ്പിക്കുന്ന രീതിക്കുള്ള പിക്ചേഴ്സ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ഡിസയറും വരും. ഇനി ഇതിൽ 2 സിസ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. 2 സിസ്റ്റർ ക്യാരക്ടേഴ്സാണ്, ഒന്ന് ലോറ ആൻഡ് ഒന്ന് ലിസി. ഓക്കെ, സോ ലോറ ആൻഡ് ലിസി ഹിയർ ദ ഗോബ്ലിൻസ് കോളിംഗ്. അപ്പോൾ ഇവരിങ്ങനെ നടന്നു പോവാണ് മാർക്കറ്റിലൂടെ. അപ്പോൾ ഈ ഗോബ്ലിൻസ് ഇങ്ങനെ വിളിച്ച് പറയുന്നത് ഇവർ രണ്ടുപേരും കേൾക്കുകയാണ്. ആൻഡ് ലിസി നോസ് ദാറ്റ് ദ ഗോബ്ലിൻസ് ആർ ഡേഞ്ചറസ് ആൻഡ് wants Laura not to look at them or buy their fruits. അപ്പോൾ ലിസിക്ക് അറിയാം, ഈ 2 സഹോദരിയിലെ ലിസിക്ക് ഈ ഗോബ്ലിൻസിലെ ഈ വ്യാപാരികൾ അത്ര നല്ലതല്ല, അല്ലെങ്കിൽ അവർ കുറച്ച് ഡേഞ്ചറസ് ആണ്, അവരുടെ കയ്യിൽ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുന്നതൊക്കെ ഡേഞ്ചറസ് ആണ് എന്ന് അവൾക്ക് അറിയുകയും ലോറേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ അങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കണ്ട, അതുപോലെ അവരുടെ ഫ്രൂട്ട്സ് ഒന്നും വാങ്ങണ്ട എന്ന് ആര് പറയുന്നുണ്ട്? ലിസി തൻ്റെ സിസ്റ്ററിൻ്റെ ലോറേൻ്റെ അടുത്ത് പറയുന്നുണ്ട്, വാൺ ചെയ്യുന്നുണ്ട്. എന്നാൽ ഷീ റിമെയിൻസ് ലോറ ഓഫ് അനദർ യങ് വുമൻ നെയിംഡ് ജീനി. അപ്പോൾ ജീനി എന്ന് പറയുന്ന വേറൊരു വുമൻ്റെ ഒരു കഥ ലോറേൻ്റെ അടുത്ത് ആര് പറയുന്നുണ്ട്? ലിസി പറയുന്നുണ്ട്. അതായത് ഈ ഒരു ജീനി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു ദിവസം എന്ത് ചെയ്തു വെച്ചാൽ ഗോബ്ലിൻസ് ഫ്രൂട്ട് വാങ്ങുകയും ആൻഡ് ഷീ വേസ്റ്റഡ് അവേ വിത്ത് സോറോ, അങ്ങനെ എന്തോ ഒരു സങ്കടത്താൽ അവൾ അത് അവസാനം മരിക്കുകയും ചെയ്തു. ബിഫോർ ഗ്രോയിങ് ഓൾഡ്, വയസ്സാവുന്നതിന് മുന്നേ മരണപ്പെടുകയുണ്ടായി. അപ്പോൾ ആ കഥ ലിസി ലോറേനെ ഓർമ്മിപ്പിക്കുകയാണ്. ഡെസ്പൈറ്റ് ദ വാർണിംഗ് ലോറ കാനോട്ട് റെസിസ്റ്റ്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ടും ലോറ എന്ത് ചെയ്തു, അത് റെസിസ്റ്റ് ചെയ്തില്ല. ഷീ ലോങ്സ് ടു ടേസ്റ്റ് ദ മിസ്റ്റീരിയസ് ഫ്രൂട്ട്സ്. അപ്പോൾ അവൾക്ക് അതിങ്ങനെ ആ ഫ്രൂട്ട്സ് ടേസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഇവൾക്ക് ഇങ്ങനെ വന്നു തുടങ്ങി. സിൻസ് ഷീ ഹാസ് നോ മണി ഷീ ഓഫേഴ്സ് ദ ഗോബ്ലിൻസ് എ ലോക്ക് ഓഫ് ഹെയർ, ഗോൾഡൻ ഹെയർ ആൻഡ് ടിയർ ആസ് പേയ്മെൻറ്റ്. അപ്പോൾ ഇവളുടെ അടുത്ത് പൈസ ഇല്ല, ഫ്രൂട്ട്സ് കഴിക്കണം നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ അത് വാങ്ങാനുള്ള പൈസ അവളുടെ കയ്യിലില്ല. അതിന് പകരം അവൾ ഓഫർ ചെയ്ത് തൻ്റെ ലോക്ക് ഓഫ് ഹെയർ ആണ്. നമ്മൾ അന്ന് പഠിച്ചില്ല റേപ്പ് ഓഫ് ലോക്കിൽ, അന്നത്തെ ആ ഒരു ലോക്ക് ഓഫ് ഹെയർ എന്ന് പറഞ്ഞ വലിയ വിക്ടോറിയൻ ആ ഏജിലൊക്കെ, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ ഏറ്റവും വലിയ അരിസ്റ്റോക്രാറ്റിൻ്റെ ഒരു വലിയൊരു കാര്യമായിരുന്നു ലോക്ക് ഓഫ് ഹെയർ. അപ്പോൾ അവൾ പറയാം എൻ്റെ ലോക്ക് ഓഫ് ഹെയർ നിങ്ങൾക്ക് തരാം മണിക്ക് പകരമായിട്ട് എന്നുള്ളത്, പേയ്മെൻറ്റിന് പകരം. സോ ദ ഗോബ്ലിൻസ് ഈഗർലി ആക്സെപ്റ്റ് ദ അൺയൂഷ്വൽ പേയ്മെൻറ്റ് ആൻഡ് അലോ ഹെർ ടു ഈറ്റ് ആസ് മച്ച് ഫ്രൂട്ട് ആസ് ഷീ വിഷസ്. അപ്പോൾ അങ്ങനെ ആ ഗോബ്ലിൻസാർ എന്ത് ചെയ്യാണ്, ശരി സമ്മതിച്ചുകൊണ്ട് ആ ഒരു ലോക്ക് ഓഫ് ഹെയർ വാങ്ങിയിട്ട് എത്രത്തോളം ഫ്രൂട്ട്സ് അവർക്ക് കഴിക്കാൻ ആഗ്രഹമുണ്ട് അത്രത്തോളം ഫ്രൂട്ട്സ് കഴിക്കാൻ കൊടുക്കുകയാണ്. ലോറ എൻജോയ്സ് ദ ഫ്രൂട്ട്സ് വിത്ത് ഗ്രേറ്റ് പ്ലഷർ. അങ്ങനെ ലോറ എന്ത് ചെയ്യാണ്, അതിങ്ങനെ കഴിച്ചിട്ട് ഭയങ്കര ഗ്രേറ്റ് പ്ലഷറിൽ ഇരിക്കുകയാണ്. ദെയർ സ്വീറ്റ്നെസ് ഗിവ്സ് ഹെർ ഇൻറ്റൻസ് സാറ്റിസ്ഫാക്ഷൻ ബട്ട് ദ ഹാപ്പിനെസ് ലാസ്റ്റ് ഓൺലി എ ഷോർട്ട് ടൈം.
അപ്പോൾ ഭയങ്കര ഹാപ്പിനെസ്സിലും എൻജോയ് ചെയ്തിട്ടൊരു സാറ്റിസ്ഫാക്ഷനിലൂടെ അവളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് കുറേ നേരം നിലനിന്നില്ല എന്നാണ് പറയുന്നത്, കുറച്ച് സമയത്തിനേ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഈവനിങ് ഷീ ഈഗർലി വെയിറ്റ്സ് ഫോർ ദ ഗോബ്ലിൻസ് ടു റിട്ടേൺ. അങ്ങനെ വീണ്ടും അടുത്ത ദിവസം ഇവൾ കാത്തിരിക്കുകയാണ് വീണ്ടും ഗോബ്ലിൻ മാർക്കറ്റിലേക്ക് പോകാൻ. ഹവർ ഷീ ക്യാൻ നോ ലോങ്ങർ സീ ഓർ ഹിയർ ദം. പക്ഷേ അവിടെ എത്തിയപ്പോൾ അവൾക്ക് ആ ഗോബ്ലിൻ മാർക്കറ്റിലെ ആരെയും അവൾക്ക് ഒരിക്കലും ഇനി കാണാൻ പറ്റുന്നില്ല. സോ ദ മാജിക്കൽ എക്സ്പീരിയൻസ് ഹാസ് ഡിസപ്പിയർഡ് ലീവിങ് ഹർ ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഡെസ്പറേറ്റ്. അപ്പോൾ ആ ഒരു മാജിക്കൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് അവൾക്ക് തോന്നിയത്. ഇന്നലെ കണ്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ ആ ഗോബ്ലിൻ മാർക്കറ്റിൽ കാണാൻ പറ്റുന്നില്ല. അത് അവളെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നുണ്ട്, ഡെസ്പറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ലോറ സ്ലോലി ബിക്കംസ് വീക്ക്, പെയിൽ, ലോൺലി ആൻഡ് ഡിപ്രസ്ഡ്. അപ്പോൾ അതിങ്ങനെ ഇവർക്ക് കാണാൻ പറ്റാതെ അവൾ ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ഈ ലോറ അങ്ങനെ വീക്കായി പോവുകയും പെയിൽ അല്ലേ, അതായത് വളരെ മങ്ങി വരികയും ലോൺലി ആയിട്ട് അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മാനറിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഷീ ലോസസ് ഹർ അപ്പറ്റൈറ്റ്, സ്റ്റോപ്സ് പെർഫോമിങ് ഹർ ഹൗസ് ഹോൾഡ് ഡ്യൂട്ടീസ് ആൻഡ് ഗ്രാജുവലി ബിഗിൻസ് ടു വേസ്റ്റ് അവേ. എന്നിട്ട് അങ്ങനെ അവൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത തൻ്റെ ലൈഫ് വേസ്റ്റ് ചെയ്യുന്നൊരു സിറ്റുവേഷനിലേക്ക് അവൾക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ ലൈഫ്. ലൈക്ക് ജീനിയെ പോലെ ഷീ സീംസ് ടു ബി അപ്രോച്ചിങ് ഡെത്ത് ബിക്കോസ് ഷീ കനോട്ട് സാറ്റിസ്ഫൈ ഹർ ലോങ്ങിങ് ഫോർ ദ ഫോർബിഡൻ ഫ്രൂട്ട് അല്ലേ. ആ ഒരു ഫോർബിഡൻ ഫ്രൂട്ടിനെ അല്ലെങ്കിൽ ആ ഒരു ഒളിഞ്ഞു നിൽക്കുന്ന ആ ഫ്രൂട്ടിന് വേണ്ടിയിട്ടുള്ള അവളുടെ ലോങ്ങിങ് അവളെ എന്ത് ചെയ്യുന്നതാണ്, ഒരിക്കലും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനെ അവൾക്ക് അറിയാം അവൾ ഡെത്തിലേക്ക് ഇങ്ങനെ ലൈക്ക് ജീനീനെ പോലെ ഡെത്തിലേക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഡെത്തിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ലിസി ഡീപ്ലി ലവ്സ് ഹർ സിസ്റ്റർ ആൻഡ് ഡിസൈഡ്സ് ടു സേവ് ഹർ. അപ്പോൾ ലിസി ഒരു തവണ വാൺ ചെയ്തതാണ് അങ്ങനെ ചെയ്യരുത്, പക്ഷേ ലിസിയുടെ വാക്ക് കേൾക്കാതെയാണ് ലോറ അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലിസിക്ക് ശരിക്കും അവളെ സിസ്റ്ററെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവളെ രക്ഷിക്കാൻ വേണ്ടി ലിസി പുറപ്പെടുകയാണ്. ഷി ക്യാരീസ് എ സിൽവർ പെന്നി ആൻഡ് ഗോസ് ടു ദ ഗോബ്ലിൻസ് ടു ബൈ ഫ്രൂട്ട് ഫോർ ലോറ. അങ്ങനെ ഒരു പെന്നി പിടിച്ചിട്ട്, ഒരു സിൽവർ പെന്നി പിടിച്ചിട്ട്, ഒരു കൈൻഡ് ഓഫ് നാണയം പിടിച്ചിട്ട് എന്ത് ചെയ്യാണ് ലിസി എന്ത് ചെയ്യാണ് ഗോബ്ലിൻ മാർക്കറ്റിലേക്ക് ആ ഫ്രൂട്ട് ലോറയ്ക്ക് വേണ്ടി വാങ്ങാൻ പോവുകയാണ്. സോ ദ ഗോബ്ലിൻസ് ട്രൈ ടു ഫോഴ്സ് ലിസി ടു ഈറ്റ് ദ ഫ്രൂട്ട് ഹെർസെൽഫ്. പക്ഷേ അവിടുത്തെ ഗോബ്ലിൻകാർ എന്താ ചെയ്യുന്നത്, ആ ഒരു ഫ്രൂട്ട് ലിസിനെ കൊണ്ട് തന്നെ കഴിപ്പിക്കാൻ ശ്രമിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഫോഴ്സ് ചെയ്യണം. പക്ഷേ അത് തടഞ്ഞപ്പോൾ ലിസിക്ക് അറിയാം കാര്യങ്ങളൊക്കെ, അതുകൊണ്ട് ലിസി അത് കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ദേ ബിക്കെയിം വയലന്റ്. അങ്ങനെ ലിസി സമ്മതിക്കാതെ വന്നപ്പോൾ ആ ഗബ്ലിൻസുകാർ അവിടെ വയലന്റ് ആവാൻ തുടങ്ങി. അങ്ങനെ അവളെ എന്ത് ചെയ്തു, പുഷ് ചെയ്തു, സ്ട്രൈക്ക് ചെയ്തു. എന്നിട്ട് അവളുടെ ആ ഫ്രൂട്ട് ജ്യൂസൊക്കെ അവിടെ മൊത്തം അവളുടെ ഫേസിലൂടെയും ബോഡിയിലൂടെ ഒക്കെ മൊത്തം വലിച്ചെറിഞ്ഞ് ആൻഡ് ട്രൈങ് ടു മേക്ക് ഹർ സറണ്ടർ, അങ്ങനെ കീഴടങ്ങാൻ വേണ്ടി ശ്രമിപ്പിക്കുകയാണ്. ആൻഡ് ലിസി റിമെയിൻസ് ബ്രേവ് ആൻഡ് റിഫ്യൂസസ് ടു ഓപ്പൺ ഹർ മൗത്ത്. പക്ഷേ ലിസി ഭയങ്കര ബ്രേവ് ആയിരുന്നു. ഒരിക്കലും മേത്തുക്കോടൊക്കെ ഒഴിച്ചെങ്കിലും ഒരിക്കലും അവൾ വായ തുറക്കാൻ കൂട്ടാക്കില്ല, എന്നാലല്ലേ അതിൻ്റെ ഉള്ളിലേക്ക് പോവുള്ളൂ. ആൻഡ് ഷി എൻഡോസ് ദെയർ അറ്റാക്ക് വിത്തൗട്ട് ഗിവിങ് ഇൻ അല്ലേ. അങ്ങനെ അതിലേക്ക് ആ ഒരു പ്രശ്നത്തിലേക്ക് അവൾ ഗിവിൻ ചെയ്യാതെ അവൾ അവിടെ ഇങ്ങനെ പിടിച്ചു നിന്നു. ഫൈനലി ദ ഫ്രസ്ട്രേറ്റഡ് ഗോബ്ലിൻസ് ലീവ് ഹർ അലോൺ. അങ്ങനെ അവസാനം അവർക്ക് മനസ്സിലായി ഇവളെ പിടിച്ചാൽ കിട്ടില്ല, അതുകൊണ്ട് അവളെ വിടുകയാണ്. സോ ലിസി റിട്ടേൺസ് ഹോം കവേർഡ് വിത്ത് ഫ്രൂട്ട് ജ്യൂസ് ആൻഡ് ടെൽസ് ലോറ ടു കിസ് ആൻഡ് ടേസ്റ്റ് ദ ജ്യൂസ് ഫ്രം ഹർ ഫേസ്. അങ്ങനെ ഇവളെന്ത് ചെയ്യുക, തൻ്റെ മുഖത്തുള്ളത് ഇത് എന്ത് ചെയ്യാണ്, ജ്യൂസ് കാര്യങ്ങൾ കിസ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറയുകയാണ്. അത് ഫസ്റ്റ് ദ ജ്യൂസ് ബേൺസ് ലോറ ലൈക്ക് ഫയർ. അപ്പോൾ ആദ്യം ഒരു ഫയർ പോലെയാണ് ആ ജ്യൂസ് അവൾക്ക് തോന്നിയത്, കോസിങ് ഇൻറ്റൻസ് പെയിൻ, ഭയങ്കര പെയിനാണ് അവൾക്കത് അനുഭവപ്പെട്ടത്. ദിസ് സഫറിങ് സിംബലൈസസ് പ്യൂരിഫിക്കേഷൻ. ആ ഒരു സഫറിങ് അവളങ്ങനെ ആ ഒരു ഇത് കുടിച്ചപ്പോൾ അല്ലേ, ഭയങ്കര ഒറ്റപ്പെട്ടിട്ട് ഒന്നും ചെയ്യാതെ നിൽക്കുന്ന ഒരു ആളാണ്, ആ ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ ഫ്രൂട്ട് കുറേ കാലത്തിന് ശേഷം ആ ജ്യൂസ് കിട്ടിയപ്പോൾ അതൊരു ഭയങ്കര ഫയറായിട്ടാണ് തോന്നിയത്. പക്ഷെ അതെന്താ ശരിക്കും ഒരു പ്യൂരിഫിക്കേഷനാണ് സിംബലൈസ് ചെയ്യുന്നത്. അങ്ങനെ ലോറ കംപ്ലീറ്റ്ലി റിക്കവറായി. എന്നിട്ട് അവൾക്ക് ഹെൽത്ത് തിരിച്ചു കിട്ടി, ഹാപ്പിനെസ് തിരിച്ചു കിട്ടി, പീസ് തിരിച്ചു കിട്ടി. ഈ ഒരു പോയം എൻഡ് ചെയ്യുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ. ലോറ ആൻഡ് ലിസി ആർ നൗ മാരിഡ് വിമൻ വിത്ത് ചിൽഡ്രൻ. അങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവർ രണ്ടുപേരും സിസ്റ്റേഴ്സ് കല്യാണം കഴിച്ചു, കുട്ടികളായി. ദേ ടെൽ ദ സ്റ്റോറി ഓഫ് ദെയർ അഡ്വെഞ്ചർ ടു ദെയർ ഡോട്ടേഴ്സ് ആൻഡ് ടീച്ച് ദം ആൻ ഇമ്പോർട്ടൻറ്റ് ലെസൺ. എന്നിട്ട് ആ കഥ, അവരുടെ പഴയ കാലത്ത് നടന്ന ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഒരു പാഠം അവരെ പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. അതായത് ദർ ഇസ് നോ ഫ്രണ്ട് ആസ് ലവിങ്, ഫെയ്ത്ത്ഫുൾ ആൻഡ് സെൽഫ് സാക്രിഫൈസിങ് ആസ് എ സിസ്റ്റർ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരു ഫ്രണ്ടിനെ നമുക്ക് നമ്മുടെ സിസ്റ്റർ പോലെ കാണാൻ പറ്റില്ല. നമ്മുടെ സിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിനും ചെയ്തു തരാൻ പറ്റാത്തത്രത്തോളം സ്നേഹം നമുക്ക് തരാനും ഫെയ്ത്ത്ഫുൾ ആയിരിക്കാനും സെൽഫ് സാക്രിഫൈസ് ചെയ്യാനും പറ്റുന്ന ആളാണ് നമ്മുടെ സിബ്ലിങ് അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റർ എന്ന് പറയുന്നത്. ഒരു ഫ്രണ്ട്സിനും നമുക്ക് തരാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞിട്ടാണ് ഈ ഒരു പോയം അവിടെ എൻഡ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ
മെയിൻ തീംസ് എന്താണ്? ടെംപ്റ്റേഷൻ ആൻഡ് സിൻ അല്ലേ? അവിടെ ഒരു പാപമുണ്ട്, ഒരു സംഭവത്തിലേക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഒരു ടെംപ്റ്റേഷനും അല്ലേ, ഒരു സിൻ അവിടെ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് സാക്രിഫൈസ്, സിസ്റ്ററിൻ്റെ സാക്രിഫൈസ് കാണാം, റിഡംഷൻ കാണാം അല്ലേ, റിക്കവറിങ് കാണാം. ദെൻ സിസ്റ്റർലി ലവ് ഇസ് ഓൾസോ ദെയർ, ഗുഡ് വേഴ്സസ് എവിൾ ഇസ് ഓൾസോ ദെയർ. അപ്പോൾ അതൊക്കെ മെയിൻ തീംസ് ആണ്. ദെൻ ക്രിസ്ത്യൻ സാൽവേഷൻ ഒരു മെയിൻ കാര്യമാണ്. ക്രിസ്ത്യൻ അല്ലേ, നമ്മുടെ ആദം ഈവിൻ്റെ ആ ഒരു കൈൻഡ് ഓഫ് അല്ലേ തീമും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫീമെയിൽ സ്ട്രെങ്ത്തും സോളിഡാരിറ്റിയും ഒരു ഇമ്പോർട്ടൻറ്റ് തീമാണ് കേട്ടോ. അതുപോലെ ഗോബ്ലിൻ ഫ്രൂട്ട് എന്തിനെയാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്? ഫോർബിഡൻ പ്ലഷർ ആൻഡ് ടെംപ്റ്റേഷൻ. നമുക്ക് ഒളിഞ്ഞു കിടക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അതിനെ നമ്മൾ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറേ ട്രബിൾസ് ഉണ്ടാവും എന്നുള്ള ഒരു ഫോർബിഡൻ കാര്യമാണ് കാണിക്കുന്നത്. ലോറ സിംബലൈസ് ചെയ്യുന്നത് എന്താണ്? ഹ്യൂമൻ വീക്ക്നെസ്സിനെയും ഡിസയറിനെയാണ്. എന്നാൽ ലിസി കാണിക്കുന്നത് പ്യൂരിറ്റിയെയും കറേജ്, സാക്രിഫൈസ് ആൻഡ് റിഡംഷനെയാണ് അല്ലേ. ഗോബ്ലിൻസ് എന്ന് പറഞ്ഞാൽ എവിൾ ആയിട്ടുള്ള അല്ലേ, എവിൾ തിങ്സ്, ടെംപ്റ്റേഷൻ ആൻഡ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസയേഴ്സ്. ഫ്രൂട്ട് ജ്യൂസ് ഓൺ ലിസീൻ്റെ മേലേക്ക് വന്നിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ദ മീൻസ് ഓഫ് ലോറ സാൽവേഷൻ. ലോറയുടെ സാൽവേഷൻ്റെ ഒരു കാര്യമാണത്. ഇതിൽ കുറേ സിംബലിസം, അലിറ്ററേഷൻ, റിപ്പിറ്റേഷൻ, സിമിലി, മെറ്റഫർ, വിവിഡ് ഇമേജറി, മ്യൂസിക്കൽ റിതം റൈമൊക്കെ ലിറ്റററി ഡിവൈസ് ആയിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെ പറഞ്ഞ് അവസാനിക്കാം? ലിറ്റററി അവസാനിപ്പിക്കാം. ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ആയിട്ട് ഇങ്ങനെ പറയാം. ഗോബ്ലിൻ മാർക്കറ്റ് ഈസ് വൺ ഓഫ് ദ മാസ്റ്റർ പീസസ് ഓഫ് വിക്ടോറിയൻ പോയട്രി. ഓൺ ദ സർഫസ് ഇറ്റ്സ് ആൻ എൻചാന്റിംഗ് ഫെയറി ടെയിൽ, but beneath the story lies a profound exploration of temptation, sacrifice and redemption. Rossetti combines rich sensory imagery with Christian symbolism and psychological insight. The poem has also been praised for its portrayal of female courage and the power of sisterhood because it supports multiple interpretations like religious, moral, feminist and psychological. It continues to be one of the most widely studied poems in English literature. So ഇങ്ങനെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇതൊരു ഫെയറി ടെയിൽ കൈൻഡ് ഓഫ് പോയമാണ് അല്ലേ. നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ നടക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്, പക്ഷേ ഈ ഒരു ഫെയറി ടെയിലൂടെ ഒരു കഥ അല്ലേ, ഗുഡ് വേഴ്സസ് എവിൾ എന്നുള്ള കാര്യം നമുക്ക് പറഞ്ഞു തരാണ് ആര് ചെയ്യുന്നത്? പോയറ്റ് ചെയ്യുന്നത്. So this is all about the Unit 3, Christina Rossetti and her famous poem Goblin Market. Okay, so that's it. Thank you.